സ്ഥവിഷ്ഠാൻ പുനരവിധിഷണോത്ഭാസിതാൻ കാമജന്യാൻ പീത്വാ സർവാൻ വിശേഷാൻ സ്വപിതി മധുരഭും മായയാ ഭോജയന്നു മായാസംഖ്യാതുരീയം പരമമൃതമജം ബ്രഹ്മയത്തന്നതോസ്മി യോ വിശ്വാത്മാ വിധിജവിഷയാൻ പ്രാസ്യ ഭോഗാൻ സ്ഥവിഷ്ഠാൻ പശ്ചാച്ചാന്യാൻ സ്വമതിവിഭവാൻ ജ്യോതിഷാ സ്വേന സൂക്ഷ്മാൻ സർവാനേതാൻ പുനരവിശനൈഃ സ്വാത്മനി സ്ഥാപയിത്വാ ഹിത്വാ സർവാൻ വിശേഷാൻ വിഗതഗുണഗണ പാത്വസോ നസ്തുരീയ. പുഷ്പമില്ലേ? ഇല്ല, ഒരു ദിവസം കൊണ്ട് തരാമെന്ന് പറഞ്ഞു. ഓമിത്യേതദക്ഷരമിദം സർവം തസ്യോപവ്യാഖ്യാനം ഭൂതം ഭവദ്ഭവിഷ്യതി സർവോംകാരേവ യച്ചാന്യത്രികാലാതീതം തദപ്യോംകാരേവ സർവം ഹേതദ്ബ്രഹ്മ അയമാത്മാ ബ്രഹ്മ സോയമാത്മാ ചതുഷ്പാദ. ഓമിത്യേതദക്ഷരമിദം സർവം. ഓം ഇതി ഇദം സർവം. ഓമിതി അക്ഷരം, ഇദം സർവം, ഈ കാണുന്ന സകല പ്രപഞ്ചവും. ഇദം ഇപ്പോഴും ഈ നമ്മൾ ഇത് നമ്മൾ പറയുമ്പോഴേ ഇദം എന്ന് പറഞ്ഞാൽ ജഗത്തെന്നർത്ഥം. ഇദം ജഗത്താണ്. ഈശ്വരൻ, ജീവൻ, ജഗത്ത്, മൂന്നെണ്ണം. അതിൽ ഈശ്വരൻ, ജീവൻ താൻ തന്നെ. ജഗത്തെന്ന് പറയുന്നത് പ്രപഞ്ചം. ഈ ജഗത്തും ഈ അക്ഷരം ഇദം സർവം എന്ന് പറയുന്നത് ഈ സകല ജഗത്തും ഈ ഓമിതി അക്ഷരം, ഓം എന്ന അക്ഷരം തന്നെയാകുന്നു. അതിൻ്റെ ഉപവ്യാഖ്യാനമാണല്ലോ. ഉപവ്യാഖ്യാനം അതായത് നമ്മൾ ഉപവ്യാഖ്യാനത്തിൻ്റെ അർത്ഥം കഴിഞ്ഞ ദിവസം പറഞ്ഞായിരുന്നു. ആഖ്യാനം എന്ന് പറഞ്ഞാൽ വർണ്ണം പൂർണ്ണമായി വ്യക്തമായി പറയുന്നതാണ് ആഖ്യാനം. വ്യാഖ്യാനം എന്ന് പറഞ്ഞാൽ പ്രക്രിയകളോടുകൂടി പൂർണ്ണമായിട്ട് വിസ്തരിച്ച് വ്യക്തമായിട്ട് പറയുന്നത് വ്യാഖ്യാനം. ഉപവ്യാഖ്യാനം എന്ന് പറഞ്ഞാൽ ഉപ എന്ന് പറഞ്ഞാൽ അടുത്തെന്നാണല്ലോ. അപ്പോൾ ഈ വ്യാഖ്യാനം കഴിയുമ്പം, ഈ വ്യാഖ്യാനം കേട്ട് കഴിയുമ്പം നമുക്ക് എന്തിനെയാണോ വ്യാഖ്യാനിച്ചത് ആ വിഷയം വ്യക്തമാകാൻ മനസ്സിൽ നല്ലപോലെ തെളിയണം. അതാണ് ഉപവ്യാഖ്യാനം. അതിന് തക്കവിധമാണ് ഈ ഉപനിഷത്ത് എഴുതിയിരിക്കുന്നത്. ഈ സർവം ഓംകാരം, ഓം എന്നും അക്ഷരം എന്നും, ഓം തന്നെ അക്ഷരം എന്നാണല്ലോ പറഞ്ഞത്. ഇത് രണ്ടും പറഞ്ഞതിനർത്ഥം നേരത്തെ പറഞ്ഞു. ജീവൻ, ഈശ്വരൻ, രണ്ടെണ്ണമാണല്ലോ നമുക്ക് വിഷയം. അപ്പോൾ ജീവനും ഈശ്വരനും, ഒന്ന് ജീവനെയും ഒന്ന് ഈശ്വരനെയും കുറിക്കുന്നു അക്ഷരം, ഈശ്വരൻ. അപ്പോൾ ഇത് രണ്ടും ഒന്നാണെന്ന് പറഞ്ഞാൽ ഒരേ വ്യാഖ്യാനം കൊണ്ട് രണ്ടിനെയും അപഗ്രഥിക്കാൻ സാധിക്കും. ഇതിൻ്റെ ലക്ഷ്യം മനസ്സിലാക്കാൻ സാധിക്കും. ഒരേ പ്രയത്നം കൊണ്ട് രണ്ടിൻ്റെയും ഉപാധികളെയൊക്കെ വിലയിപ്പിച്ച് ആ കേവല ചൈതന്യത്തെ പ്രകാശിപ്പിക്കാൻ സാധിക്കും. അതിനാണ് രണ്ടും ഒന്നാണെന്ന് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ തന്നെയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. രണ്ടെണ്ണം നമ്മൾ പറഞ്ഞു കഴിഞ്ഞത്. മൂന്നാമത്തെ മന്ത്രം. ജാഗരിതസ്ഥാനോ ബഹിഷ്പ്രജ്ഞ സപ്താംഗ ഏകോനവിംശതിമുഖ സ്ഥൂലഭുഗ് വൈശ്വാനര പ്രഥമപാദഃ. ജാഗരിതസ്ഥാനോ ബഹിഷ്പ്രജ്ഞ സപ്താംഗ ഏകോനവിംശതിമുഖ സ്ഥൂലഭുഗ് വൈശ്വാനര പ്രഥമപാദഃ. ജാഗരിതസ്ഥാനഃ ബഹിഷ്പ്രജ്ഞഃ സപ്താംഗഃ ഏകോനവിംശതിമുഖഃ സ്ഥൂലഭുഗ് വൈശ്വാനരഃ പ്രഥമപാദഃ. ഇത് ചതുഷ്പാദാണെന്ന് പറഞ്ഞു. പാദം എന്ന് പറഞ്ഞുകൊണ്ട് എന്താണെന്നും പറഞ്ഞിട്ടുണ്ട്. പാദം എന്ന് പറഞ്ഞാൽ ഏതൊരു സാധന കൊണ്ടാണോ ഏതൊരു വഴിയിൽ കൂടാണോ നമ്മൾ ആ ലക്ഷ്യസ്ഥാനത്തെ പ്രാപിക്കുന്നത്, അതാണ് പാദം. അപ്പം ഇവിടെ
4 പാദങ്ങളുള്ളതിൽ ആദ്യത്തെ പാദം പ്രഥമ പാദക, ആദ്യത്തെ പാദം ജാഗരിത സ്ഥാനമാകുന്നു. ജാഗരിത സ്ഥാനം ഉണർന്നിരിക്കുന്ന അവസ്ഥയാകുന്നു ആദ്യത്തെ സ്ഥാനം. അത് സപ്താംഗ, അതിന് 7 അംഗങ്ങളുണ്ട്. ഏകോനവിംശതി മുഖ, 19 മുഖങ്ങളുമുണ്ട്. അത് സ്ഥൂലമായ വിഷയങ്ങളെ, വെളിയിൽ പോയി അനേക സ്ഥൂല വിഷയങ്ങളെ അത് അനുഭവിക്കുന്നു. പുകെന്ന് പറഞ്ഞാൽ അനുഭവിക്കേണ്ട ആ സ്ഥൂല ഭോഗങ്ങളെ അനുഭവിക്കുന്നു. അതിൻ്റെ പേരോ വൈശ്വാനരഹ. ഈ വൈശ്വാനരൻ എന്ന് പറയുന്ന ഈ ഈ ജാഗ്രത സ്ഥാനത്തെ അഭിമാനിക്കുന്ന പുരുഷൻ, ആ പുരുഷനാണ് വൈശ്വാനരൻ. അതാണ് പ്രഥമ പാദം, ആദ്യത്തെ പാദം. അപ്പോൾ ജാഗ്രത സ്ഥാനം എന്ന് പറഞ്ഞാൽ സ്ഥൂലഭുക്കാണല്ലോ, സ്ഥൂല വിഷയങ്ങളെയാണ് അനുഭവിക്കുന്നത്. അത് ബഹിഷ്പ്രജ്ഞ, വെളിയിലേക്കാണ് അതിൻ്റെ പ്രജ്ഞ. നമുക്ക് 2 അനുഭവമാണ്, ഞാനെന്നും ഇതെന്നും 2 അനുഭവം. അപ്പോൾ ഞാനെന്ന് പറയുന്നപ്പോൾ നമ്മൾ ഈ ഞാൻ എന്താണ്, ഞാൻ എന്നുള്ളതിൻ്റെ ലക്ഷ്യം എന്താണെന്ന് കണ്ടുപിടിക്കാനാണല്ലോ ഇതൊക്കെ ഈ പ്രയത്നം നമ്മൾ നടത്തുന്നത്. അപ്പം ആ ഞാനെന്ന് പറയുന്ന ആരാണെന്ന് എങ്ങനെ അറിയും? ഇപ്പം ഞാൻ ഇരിക്കുന്ന സ്ഥിതിയിൽ ഞാൻ വിവിധ അനേക ഭോഗങ്ങളെ, അനേക ബാഹ്യ വിഷയങ്ങളെ അറിഞ്ഞ് അതിൻ്റെ സുഖദുഃഖങ്ങൾ അനുഭവിക്കുന്ന ഒരാളാണ്. അപ്പം ജാഗ്രത സ്ഥാനത്തിരിക്കുകയാണ്. പിന്നെ ബഹിഷ്പ്രജ്ഞനാണ്. അയാളുടെ അതായത് വെളിയിലെ വിഷയങ്ങളെയാണ് അറിയുക. എപ്പോഴും മനസ്സ് വിഷയാകാരമായിട്ട്, വെളിയിലുള്ള വിഷയമായിട്ട്. ഇപ്പം വെളിയിലുള്ള വിഷയം നമ്മൾ പറയുമ്പം നമ്മളിപ്പം ഞാൻ ശരീരമാണ് എന്നാണ് നമ്മളിപ്പം ധരിച്ചിരിക്കുന്നത്. ആ ശരീരം പോലും ഞാനാണെന്ന് പൂർണ്ണമായിട്ട് നമ്മൾ ധരിക്കുന്നു. കാരണം പലപ്പോഴും എൻ്റെ ശരീരം എന്നാണ് നമുക്ക് അനുഭവപ്പെടുന്നത്. അപ്പം ഞാനെന്ന് അനുഭവിക്കുമ്പോഴും എൻ്റേതാണെന്ന്, അത് ഈ അവിദ്യ എന്ന് പറയുന്നതാണ്. ഒരു വസ്തുവിനെ നമുക്ക് പൂർണ്ണമായിട്ട് മനസ്സിലാകുന്നില്ല, അല്പജ്ഞാനമായിട്ട് ഒട്ടും ശരിയായി അറിയുന്നില്ല. അപ്പം ഞാനെന്നുള്ളത് പോലും അതിൻ്റെ ശരിയായ ഞാൻ എന്നുള്ളത് എന്താണ് എന്ന് ശരിയായിട്ട് നമ്മൾ അറിയുന്നില്ല. അപ്പോൾ ഓരോന്നിനെ ഇതാണ് ഞാനാണെന്ന് വിചാരിക്കും. അപ്പം ഞാൻ ശരീരമാണെന്ന് വിചാരിക്കുന്നു, അല്ലെങ്കിൽ എന്തെങ്കിലും ഞാൻ വലിയ മിടുക്കനാണ്. നമ്മൾ അനേക ഗുണങ്ങൾ തമ്മിൽ തന്നെ ആരോപിക്കുന്നു. ഞാൻ മിടുക്കനാണെന്നും മണ്ടനാണെന്നും ഇങ്ങനെ പല ആരോപം ചെയ്യുന്നുണ്ട് ഈ ഞാൻ എന്നുള്ളത്. അപ്പോൾ ഈ ശരിയായ അതിൻ്റെ നമ്മൾ ഉപനിഷത്തിൽ പഠിച്ച പോലെ യഥാമഞ്ചാതി ഇഷീകൈവം, മഞ്ചപ്പുല്ലിൽ നിന്ന് ഇഷീക എങ്ങനെ വേർപെടുത്തുന്നു, അതുപോലെ വേണം ഈ ഞാൻ എന്നുള്ള അതിൻ്റെ യഥാർത്ഥ ഭാവം, അല്ലെ ആ ലക്ഷ്യം, യഥാർത്ഥ സ്വരൂപം എന്താണെന്ന് മനസ്സിലാക്കി. ഇതുപോലെ നമ്മൾ ഇഷീകയെ വളരെ ശ്രദ്ധിച്ച് ഓരോന്നായിട്ട് എടുത്ത് അതിൻ്റെ ഒടുവിൽ ഇഷീക എടുക്കുന്നത് പോലെ നമ്മൾ നമ്മെ തന്നെ അപഗ്രഥിക്കുക, നമ്മുടെ അനുഭവങ്ങളെ ഇത് നമുക്ക് വെളിയിലെങ്ങും കിട്ടുന്നതല്ല, നമ്മുടെ അനുഭവമാണ്, മനസ്സിൽ വരുന്ന അനുഭവമാണ്. അല്ലാതെ നമ്മളൊരു മെഷീനിൽ കണ്ടുപിടിക്കാവുന്നതോ അല്ലെങ്കിൽ ഒരു പരീക്ഷണം കൊണ്ട് വെളിയിൽ പോയി എന്തെങ്കിലും കൊണ്ട് കണ്ടുപിടിക്കാവുന്ന ഒരു വസ്തുവല്ല ഇത്. അപ്പോൾ ഇതിനെ കണ്ടുപിടിക്കണമെങ്കിൽ നമ്മളിങ്ങനെ അപഗ്രഥിക്കുക തന്നെ വേണം, ശ്രദ്ധിച്ച് ഓരോ വിഷയത്തെയും ശ്രദ്ധിച്ച്. അപ്പം നമ്മൾ ശ്രദ്ധിച്ച് ചെയ്യുക എന്ന് പറയുമ്പം ഇപ്പോൾ ഒരെണ്ണം ഇതല്ല എന്ന് പറയുമ്പോൾ അതിൽ നമ്മുടെ മനസ്സ് പിന്മാറണം. അങ്ങനെ പിന്മാറുന്നില്ല, അതിനാണ് തപസ് വേണ്ടത്, ഈശ്വരാനുഗ്രഹം വേണ്ടത്. ഈശ്വരാനുഗ്രഹത്തിനാണ് ഉപാസന ചെയ്യുന്നത്. അപ്പോൾ ഈശ്വരാനുഗ്രഹം കൊണ്ടേ നമ്മുടെ മനസ്സ് എല്ലാത്തിനും പിന്മാറിയ യഥാർത്ഥ വസ്തുവിലെത്തുള്ളൂ. കാരണം ഇതെല്ലാം ഈശ്വരൻ്റെ മായയാണ്, ഈശ്വരൻ്റെ വിഭൂതികളാണ് ഇതെല്ലാം. നമ്മൾ കഴിഞ്ഞ ഉപനിഷത്തിൽ പഠിച്ചു, അസ്യ മഹിമാനം ഇത് വീതശോകൻ. അപ്പോൾ ആ ഭഗവാന്റെ മഹിമാനമാണ് ഈ കാണുന്നതല്ല എന്ന് മനസ്സിലാക്കിയിട്ട് അതിൽ നിന്ന് പിന്മാറണമെങ്കിൽ നമ്മുടെ തീവ്രമായ തപസ്സും ഭക്തിയോടും ശ്രദ്ധയോടും കൂടിയ തപസ്സും ഈശ്വരാനുഗ്രഹം ഉണ്ടാവണം. നമ്മളിങ്ങനെ ചെയ്തെങ്കിലേ ആ ഭക്തിയോടും ശ്രദ്ധയോടും അത് ചെയ്തെങ്കിൽ മാത്രമേ നമ്മളൊക്കെ ഈശ്വരാനുഗ്രഹം ഉണ്ടാവുള്ളൂ. ആ ഈശ്വരാനുഗ്രഹം കൊണ്ടേ നമുക്ക് ആ ശരിയായ ബോധം ഉണ്ടാവുള്ളൂ. ഇവിടെ ജാഗ്രത സ്ഥാനത്തിൽ അനേക വിഷയങ്ങളെ അറിഞ്ഞിട്ട് ഞാൻ ശരീരമാണെന്നും ശരീരത്തിൻ്റെ സുഖദുഃഖങ്ങളെൻ്റെ ഇങ്ങനെ അനേക രീതിയിൽ നമ്മൾ സുഖദുഃഖങ്ങൾ അനുഭവിക്കുകയാണ്. അപ്പോൾ സ്ഥൂല വിഷയങ്ങളിൽ നിന്നാണ് ജാഗ്രതയിൽ നമ്മൾ സുഖം അനുഭവിക്കുന്നത്, ഇല്ലേ? വെളിയിൽ നിന്നുള്ള സുഖം നമ്മൾ അനുഭവിക്കുന്ന ഒരു ബാഹ്യ വിഷയത്തിൽ നിന്നാണ്. അതുപോലെ
ദുഃഖം അനുഭവിക്കുന്നത് ഒരു സ്ഥൂല വിഷയത്തിൽ നിന്നാണ്. അങ്ങനെ സുഖദുഃഖങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ബഹിഷ്പ്രജ്ഞനായിരിക്കുന്ന ആളാണ് ഒന്നാമത്തെ പാദം. അത് സപ്താംഗ. അത് നമ്മൾ ഈ ജാഗ്രത സ്ഥാനം എന്ന് പറയുമ്പം അവിടെ നമ്മൾ ജാഗ്രതത്തിൽ അനേക വിഷയങ്ങൾ അറിയുന്നു. സ്വപ്നസ്ഥാനം എന്ന് പറയുമ്പോൾ സ്വപ്നാവസ്ഥ അതിൽ അനേക വിഷയങ്ങൾ അറിയുന്നു. അപ്പോൾ ഇവിടെ ജാഗ്രതാഭിമാനിയായ ഒരു പുരുഷനുണ്ട്. അയാൾ ആ പുരുഷനാണ് ഈ പ്രവർത്തിക്കുന്നത്. നമ്മൾ ജാഗ്രതത്തിലെ കർമ്മങ്ങൾ ചെയ്യുന്നത് ആ ജാഗ്രത പുരുഷൻ ഇത് ഞാനാണെന്ന്, ഞാൻ ചെയ്യുന്നതാണ് എന്നും, ഞാൻ കർത്താവാണെന്നും, ഇത് എൻ്റെ പ്രവൃത്തിയാണെന്നും അഭിമാനിക്കുന്ന ആ ഒരു പുരുഷൻ ജാഗ്രത അഭിമാനിയാണ്. അതേസമയം സ്വപ്നത്തിലോട്ട് പോയാലോ, സ്വപ്നത്തിലുണ്ട് ഒരു സ്വപ്നാഭിമാനി. അവിടെ ഇരുന്ന് കർമ്മങ്ങൾ ചെയ്യുന്ന ആളെ, ആ സ്വപ്ന പുരുഷൻ ചെയ്യുന്നതിനെയൊക്കെ ഞാനാണ് ചെയ്യുന്ന ഒരു അഭിമാനി ഉണ്ടല്ലോ. ഈ ജാഗ്രത അഭിമാനിയല്ല സ്വപ്നാഭിമാനി, അല്ലല്ലോ. കാരണം ഈ ജാഗ്രതത്തിലൊന്നും സ്വപ്നത്തിലേക്ക്, എന്നാൽ സ്വപ്നാഭിമാനി ജാഗ്രതത്തിലേക്ക് വരുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ ജാഗ്രതത്തിൽ നമ്മൾ സ്വപ്നത്തെ അറിയുന്നത്. ജാഗ്രത അഭിമാനിയായ പുരുഷൻ ജാഗ്രതത്തിൽ തുടരുന്നത് കൊണ്ടാണ് നമുക്ക് ജാഗ്രതത്തിൽ സ്വപ്നത്തെക്കുറിച്ച് സ്മരിക്കാൻ സാധിക്കുന്നത്. അതേസമയം ഈ ജാഗ്രതത്തിൽ സ്വപ്നത്തെ സ്മരിക്കാം, സ്വപ്നത്തിൽ ജാഗ്രതത്തിനെ സ്മരിക്കാൻ സാധിക്കുന്നില്ല നമുക്ക്. അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ഈ ജാഗ്രത അഭിമാനിയായ പുരുഷൻ സ്വപ്നാഭിമാനിയായ പുരുഷൻ വിലയിച്ചു. അതാണ് ഇവിടെ വിലാപനത്തെക്കുറിച്ച് നേരത്തെ പറഞ്ഞു. എന്തിനാണ് ഇത് രണ്ടും ഒരുമിച്ച് പറയുന്നതെന്ന് വെച്ചാൽ ഇങ്ങനെ വിലാപനം ചെയ്യുന്നതിന് സൗകര്യമുണ്ട്, ഒന്നായിട്ട് ചെയ്യാം. അപ്പോൾ ഇവിടെ ജാഗ്രത അഭിമാനിയായ പുരുഷൻ സ്വപ്നാഭിമാനി ഇല്ലാതാകും, അതിൽ വിലയിച്ചു പോകുന്നു. ഇല്ലാതെന്ന് പറയുന്നില്ല, തിരിച്ചു വരുന്നുണ്ടല്ലോ. ആ സ്വപ്നാഭിമാനിയിൽ വിലയിച്ചു പോകുന്നു. അതുകൊണ്ട് അവിടെ ജാഗ്രതത്തിൻ്റെ അനുഭവം ഉണ്ടാകുന്നില്ല. ഈ ജാഗ്രത പുരുഷൻ സപ്താംഗ എന്ന് പറയുമ്പോൾ അവിടെ ഈശ്വരൻ്റെ ഒരു ഈശ്വരനല്ല, വിരാട്, സമഷ്ടി. വിരാട്ടിനാണ് സപ്താംഗം എന്നുള്ളത്. സപ്താംഗം പറഞ്ഞിരിക്കുന്നത് ഇതിൽ ഒരു യജ്ഞത്തിനെ വെച്ചുകൊണ്ടാണ് പറഞ്ഞിരിക്കുന്നത്. അഗ്നിഹോത്രം. അവിടെ ഒരു സങ്കല്പമുണ്ട്, വിരാട് പുരുഷൻ. അയാൾ സങ്കല്പിക്കുമ്പോൾ ഈ വിരാട് പുരുഷനെ സങ്കല്പിച്ചിട്ടാണ് ആ യജ്ഞം അഭിസർപ്പിക്കുന്നത്. അവിടെ തസ്യ ഏതസ്യ വാ ഏതസ്യ ആത്മനഃ വൈശ്വാനരസ്യ മൂർധായേവ സുതേജ. നല്ല തീവ്രമായ, നല്ല ശോഭയുള്ള, വളരെ ശോഭിക്കുന്നതായ അത് മൂർധാവാകുന്നു. അതായത് നമ്മൾ ഈ ലോകം കാണുമ്പോഴേ, നമ്മൾ ഈ പ്രപഞ്ചം നമ്മളിങ്ങനെ കാണുമ്പം ഇതിൻ്റെ ഏറ്റവും മേലിൽ അങ്ങിരിക്കുന്ന ദ്വിലോകമാണ്. അവിടെ സൂര്യൻ, ചന്ദ്രൻ, നക്ഷത്രങ്ങൾ, ഇങ്ങനെ അനേക ജ്വലിച്ച് നിൽക്കുന്ന ഗ്രഹങ്ങളുണ്ട്. ആ ഗ്രഹങ്ങളെല്ലാം നിൽക്കുന്ന ആ ദ്വിലോകമാകുന്നു ഈ വിരാട് പുരുഷൻ്റെ മൂർധാവ്. വിരാട് പുരുഷൻ എന്ന് പറഞ്ഞാൽ സമഷ്ടി. ഇപ്പം നമ്മൾ ഒരിക്കൽ സ്വാമിജി ഇങ്ങനെ ഇതിനെപ്പറ്റി സംശയം പറഞ്ഞപ്പം ഇപ്പം ഞാൻ ഇതെല്ലാം എൻ്റേതാണെന്ന് അഭിമാനി, ഈ എൻ്റെ അംഗങ്ങളെല്ലാം എൻ്റേതാണെന്ന്, ഇതെല്ലാം ഞാൻ കാണുന്നതാണെന്നും ഇങ്ങനെ അഭിമാനിക്കുന്നുണ്ട്. അതുപോലെ ഈ സർവ്വപ്രപഞ്ചത്തെ ഞാനാണെന്ന് അഭിമാനിക്കുന്ന ഒരു ജീവനുണ്ട്, ഒരു ചൈതന്യമുണ്ട്. ആ ചൈതന്യമാണ് ഈശ്വരൻ വിരാട്. ഇപ്പം ഇവിടെ വിരാട്, ജാഗ്രതത്തിൽ വിരാട്, സ്ഥൂല വിഷയങ്ങളെ അറിയുന്ന സകലതിൻ്റെയും സമഷ്ടിയാണ് വിരാട്. ആ വിരാട്ടിന് 7 അംഗങ്ങളാണ്. സുതേജസ്, ഏറ്റവും മുകളിലുള്ള മൂർധാവ് ദ്വിലോകമാകുന്നു. ചക്ഷുർ വിശ്വരൂപ. വിശ്വരൂപൻ എന്ന് പറഞ്ഞാൽ അനേക ഗുണങ്ങൾ, അനേക നിറങ്ങളും ഒക്കെ നമ്മൾ കാണുന്നുണ്ട്. അനേക ഗുണങ്ങളോട് കൂടിയതാണ് വിശ്വരൂപൻ. വിശ്വരൂപൻ ആയ സൂര്യനാണ് ചക്ഷുസ്. ഈ വിരാട് പുരുഷൻ്റെ ചക്ഷുസ്, ഇപ്പോൾ എനിക്കൊരു ചക്ഷുസ് ഉണ്ടെങ്കിൽ ഞാൻ കണ്ണിനെ പറ്റി അറിയാം. അതുപോലെ ഈ വിരാട് പുരുഷൻ്റെ ചക്ഷുസ് എന്ന് പറയുന്നത് സൂര്യനാണ്. എല്ലാം കണ്ടുകൊണ്ടായിരിക്കുന്നു, ഒന്നും വിടുന്നില്ല. അവിടെ മേളിലിരുന്നിട്ട് ഒന്നും ഒരു ചെറിയത് പോലും കാണാതിരിക്കാൻ പറ്റുന്നില്ല, എല്ലാം കാണാം. അങ്ങനെയുള്ള ചക്ഷുസ്, ഭഗവാന്റെ ചക്ഷുസ്, വിരാട് പുരുഷൻ്റെ ചക്ഷുസ് സൂര്യനാകുന്നു. പ്രാണഹ പൃഥക് വർമ്മ. ആ വിരാട് പുരുഷൻ്റെ പ്രാണൻ പ്രാണനാണല്ലോ നിലനിർത്തുന്നത്. ആ പ്രാണൻ എന്ന് പറഞ്ഞാൽ പൃഥക് വർമ്മ. പൃഥക് വേറെ വേറെ, വർമ്മ വഴി,
അനേക വഴികളിൽ കൂടി പല രീതിയിൽ സഞ്ചരിച്ച് നടക്കുന്നത് വായുവാണ് പ്രാണൻ. സന്ദേഹോ ബഹുലോ, ബഹുലോ അനേകം വിസ്തരിച്ചിരിക്കുന്ന ആകാശമാണ്. ഏറ്റവും വിസ്താരമുള്ള ആകാശമാണ് ഈ വിരാട് പുരുഷൻ്റെ മധ്യഭാഗം. സന്ദേഹോ ബഹുലോ വസ്തിരേവ രൈഹി. രയി എന്ന് നമ്മളൊരിക്കൽ പഠിച്ചിട്ടുണ്ട് ഒരിടത്ത്. പ്രാണൻ രയി എന്ന് രണ്ടെണ്ണം സൃഷ്ടിച്ചു. അത് രണ്ടെണ്ണം പിന്നെ ഒരാൾ ചോദിച്ചു എങ്ങനെയാണ് ഇപ്പോൾ പ്രജകളുണ്ടായത്. അപ്പം പ്രജകളെ സൃഷ്ടിക്കണം എന്ന് വെച്ചാൽ പ്രജാപതി രണ്ടെണ്ണം സൃഷ്ടിച്ചു, പ്രാണനും രയി. അപ്പോൾ പ്രാണൻ എന്ന് പറയുന്നത് ഭോക്താവ്, രയി ഭോഗം. അപ്പോൾ ഭോഗ്യ വസ്തുക്കൾ, അതിന് അന്നം എന്നും പേരുണ്ട്. പ്രാണൻ അന്നം. അന്നത്തിൽ നിന്നാണ് ജലം ഉണ്ടാകുന്നത്. ആഹാരം കഴിക്കുന്നതിൽ നിന്നാണല്ലോ മൂത്രം ഉണ്ടാകുന്നത്. അപ്പം ഭഗവാന്റെ ആ വിരാട് പുരുഷൻ്റെ വസ്തിരേവരയി, മൂത്രസ്ഥാനം എന്ന് പറയുന്നത് രയിയാകുന്നു. പൃഥ്വിയേവ പാദവും, ഭഗവാന്റെ ആ വിരാട് പുരുഷൻ്റെ പാദം എന്ന് പറയുന്നത് പൃഥ്വിയാകുന്നു. അപ്പോൾ ഇനി സപ്താംഗ എന്ന് പറഞ്ഞു, 7 അംഗമേ പറഞ്ഞു, 6 അംഗമേ ആയുള്ളൂ അല്ലേ. ഒരംഗം എന്ന് പറയുന്നത് ഈ അഗ്നിഹോത്രം വെച്ചിട്ടാണ് ഈ അംഗങ്ങൾ പറഞ്ഞെന്ന് പറഞ്ഞില്ല, അതിലെ സങ്കല്പമാണ്. അപ്പോൾ അതിലെ അഗ്നി ഇട്ട് കൊടുക്കുന്നത്, ഹവിസ് ഇട്ട് കൊടുക്കുന്നത് അഗ്നിയിലോട്ടാണ്. അപ്പോൾ നമ്മൾ ഹവിസ് ഇട്ട് കൊടുക്കുന്നത് നമ്മൾ വായിലോട്ടാണ്. അതുപോലെ ഇവിടെ ഹവിസ് ഇട്ട് കൊടുക്കുന്ന അഗ്നിയിലേക്കായതുകൊണ്ട് അഗ്നിയാണ് ആ വിരാട് പുരുഷൻ്റെ മുഖം. ശിരസ് തിലോകം, മുഖം അഗ്നി, ചക്ഷുസ് സൂര്യൻ, പ്രാണൻ വായു, ആകാശം മൂത്രപ്രദേശം, ആകാശം മധ്യഭാഗം, പൃഥിവി പാദം. ഇങ്ങനെ ഈ 7 അംഗങ്ങളോട് കൂടിയതാണ് ഈ വിരാട് പുരുഷൻ. വിരാട് പുരുഷനതാണ്. ആ വിരാട് പുരുഷൻ സപ്താംഗ ഏകോനവിംശതി മുഖ. ഇത് വിഷയങ്ങൾ അറിയാൻ മാർഗം വേണം. വിഷയങ്ങൾ നമ്മൾ അറിയുകയും അതനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുന്നതാണ് മുഖം എന്ന് ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പോൾ ഏകോനവിംശതി മുഖമുണ്ട്, 19 മുഖങ്ങളുണ്ട്. എന്താണ് 19 മുഖങ്ങൾ എന്നാൽ 5 ജ്ഞാനേന്ദ്രിയങ്ങൾ. ജ്ഞാനേന്ദ്രിയങ്ങൾ ഏതൊക്കെയാണ്? ശ്രോത്ര, ത്വഗ്, അഗ്നി, രസന, ഘ്രാണം. 5. ശ്രോത്രം, ചെവി. അത് ഓർഡറിലാണത്. ശ്രോത്രം, ചെവി, ത്വഗ്, വായുപ്രധാനം, വായു നിന്നുണ്ടായതാണ്. ശ്രോത്ര, ത്വഗ്, അക്ഷി, സൂര്യൻ, രസന, ജലം, ഘ്രാണം, പൃഥ്വി ഗുണമാണ്. ഇങ്ങനെ 5 ജ്ഞാനേന്ദ്രിയങ്ങൾ, 5 കർമ്മേന്ദ്രിയങ്ങൾ. വാക്, പാണി, പാദ, പായു, ഉപസ്ഥം. ഒന്നിന് നമ്മൾ ചിലരൊക്കെ ഈ വ്യാഖ്യാനിക്കുമ്പോഴേ ചില കാര്യങ്ങൾ വ്യാഖ്യാനിക്കാൻ ഇഷ്ടമല്ല, അതേതാണ്ടൊരു കുറവ് പോലെ. വേദത്തിൽ ഇത് നമ്മൾ കാണുമ്പോൾ ഒന്നിനെയും വിട്ടിട്ടില്ല, എല്ലാം ഇവിടെ വ്യാഖ്യാനിക്കുന്നുണ്ട്. ഓരോന്നിൻ്റെ അതിൻ്റെ നിജസ്ഥിതി എന്താണെന്ന് പറഞ്ഞ് തന്നെയാണ് വ്യാഖ്യാനിക്കുന്നത്. ഇവിടെ നാക്കിൽ 2 വാക്കുമില്ല. രസനേന്ദ്രിയവും വാഗേന്ദ്രിയവും നാക്കിലായിരിക്കും. വാക്ക്, പാണി, കൈ, അത് വായുപ്രധാനമാണ്. പാദം അഗ്നിപ്രധാനമാണ്. അതിനൊരു ചെറിയൊരു ഇതുണ്ട്, വാക്കാണോ അഗ്നിപ്രധാനം? വാഗിനെ അഗ്നിയായിട്ട് പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പം വാക്കാണോ അഗ്നിപ്രധാനം, പാദമാണോ അഗ്നിപ്രധാനം എന്നൊരു ചെറിയ തർക്കം ഉണ്ട് എന്നും പാദം തന്നെയാണ് ഇതനുസരിച്ച് വരേണ്ടതെന്നും ശങ്കരാചാര്യത്ത് വ്യാഖ്യാനിച്ചിട്ടുണ്ട്. അത് വിരാട്ടിൻ്റെ പാദം, പായു, ഉപസ്ഥം. ഇങ്ങനെ അതിൻ്റെ പാദവും കണ്ണും തമ്മിലാണ് ബന്ധം. കാലൊക്കെ ഇത്തിരി ചൂടായ കണ്ണിന് ഇതിൻ്റെ പ്രശ്നമില്ല. അങ്ങനെ 5 കർമ്മേന്ദ്രിയങ്ങൾ.
5 വായുക്കൾ, പ്രാണന്മാർ. പ്രാണൻ, അപാനൻ, വ്യാനൻ, ഉദാനൻ, സമാനൻ, ഇങ്ങനെ 5 വായുക്കൾ. പിന്നെ അന്ധകരണം, 4 വൃത്തികളോടുകൂടിയ അന്ധകരണം. 4 വ്യാപാരങ്ങളാണ് മനസ്സിനുള്ളത്, ഈ അന്ധകരണത്തിനുള്ളത്. അന്ധകരണം നമ്മൾ മനസ്സെന്നും ബുദ്ധിയെന്നും ഒക്കെ ഒറ്റ വാക്കുകൊണ്ട് പറയുമെങ്കിലും 4 വ്യാപാരങ്ങളുണ്ട് ആ ഒരു സൂക്ഷ്മ വസ്തുവിൽ. അതുകൊണ്ട് അത് മനസ്സ്, ബുദ്ധി, ചിത്തം, അഹങ്കാരം, 4 വ്യാപാരങ്ങൾ. 5 ജ്ഞാനേന്ദ്രിയങ്ങൾ, 5 കർമ്മേന്ദ്രിയങ്ങൾ, 5 പ്രാണന്മാർ, 4 വൃത്തികളോടുകൂടി അന്ധകരണം. ഇങ്ങനെ 19 ഏകോനവിംശതി മുഖ. ഇത്രയും മുഖങ്ങളാണ്, ഇത്രയും കൊണ്ടാണ് പ്രവർത്തിക്കുന്നത്. അത് സൂക്ഷ്മ ശരീരമാണ്. അതിനെ കരണങ്ങൾ എന്ന് പറയും. ഈ ഇത്രയും എണ്ണം കരണങ്ങളാണ്, അതുകൊണ്ടാണ് പ്രവർത്തിക്കുന്നത്. അപ്പോൾ നമ്മൾ മനസ്സ് ഒരു വസ്തുവിനെ അറിയുക എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? മനസ്സ് വെളിയിൽ പോയി, അങ്ങനെയാണല്ലോ. ഇതുകൊണ്ടാണല്ലോ ബഹിഷ്പ്രജ്ഞനായത്. ഇപ്പോൾ ഏതെങ്കിലും നമ്മളിൽ തന്നെയുള്ളതൊന്നും അറിയുന്നുമില്ല. കണ്ണുണ്ടോ കാണുന്നോ ഒന്നും നമുക്കിപ്പം എന്തെങ്കിലും ഒരു രോഗം ഉണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാകുന്നില്ല, അതിൻ്റെ ഒരു ലക്ഷണം കൊണ്ടേ അറിയുന്നുള്ളൂ. അല്ലാതെ ഇങ്ങനൊരു രോഗം വളർന്നു വരുന്നുണ്ട് എൻ്റെ ശരീരത്തിൽ എന്നാരും അറിയുന്നില്ല. മനസ്സ് വെളിയിൽ പോയി ബഹിഷ്പ്രജ്ഞനായി ഒരു വിഷയം ആകാരമാകുന്നു. മനസ്സ് ഒരു വിഷയ ആകാരം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ആ ഒരു ഇതിൻ്റെ ആകാരം, മനസ്സ് തദാകാരമായിട്ട് ആ മനസ്സ് ആ വസ്തുവിനെ നമ്മുടെ ബുദ്ധിയുടെ മുമ്പിൽ കൊണ്ടുവരുന്നു. ബുദ്ധിയാണ് പറയുന്നത്. ഇത് മനസ്സിന് അല്ലേ ഓരോന്നിനും ഓരോ കർത്തവ്യം കൊടുത്തിട്ടുണ്ട്, അതിൻ്റെ അപ്പുറമൊന്നും ആർക്കും ചെയ്യാൻ പറ്റത്തില്ല. മനസ്സിനെ ഇതിനെ അങ്ങോട്ട് കൊണ്ടുചെല്ലാനല്ലാതെ ഇത് ഇന്നതാണെന്ന് പറയാൻ സാധ്യമല്ല. ബുദ്ധിയാണ് പറയുന്നത്, നിർണ്ണയിക്കുന്നത്. ഇതാണ്, ഇതിന്ന സാധനമാണ് അല്ലെങ്കിൽ ഇന്നതാണ് എന്ന് ബുദ്ധി നിർണ്ണയിക്കുന്നു. അപ്പം നിർണ്ണയിച്ചിട്ടങ്ങ് വിടുന്നില്ല. എന്താ ഈ ഒരു തെങ്ങിൻ്റെ മുടലിങ്ങനെ പോകുന്നതനുസരിച്ച് ആ പാട് എത്ര തെങ്ങ് വളർന്നാലും ആ പാട അവിടെ കിടക്കും. അതുപോലെ നമ്മൾ എന്ത് ചെയ്താലും അതിൻ്റെ ഒരു സംസ്കാരം, മാനസികമായിട്ടോ ശാരീരികമായിട്ടോ ചെയ്യുന്ന സകല പ്രവൃത്തികളുടെയും സംസ്കാരം അങ്ങനെ അതാണ് ചിത്തം സംഭരിക്കുന്ന സ്ഥലം. അതുകൊണ്ടാണല്ലോ നമ്മൾ ഈ ബ്രെയിൻ മാപ്പിംഗ് നടത്താൻ പറ്റുന്നത്. ബ്രെയിൻ മാപ്പ് നടത്തുക എന്ന് പറഞ്ഞാൽ അത് ഒരു സംഗതി നമ്മൾ എവിടെയെല്ലാം ഇൻവോൾവ് ആയിട്ടുണ്ടോ അത് ആ ഓർഡറിൽ തന്നെ വരുമെന്ന്. അങ്ങനെ ചിത്തം, അഹങ്കാരം പറയുന്നു ഞാനാണ് ഇതറിഞ്ഞതെന്ന് ഉടനെ അഹങ്കാരവൃത്തി. ഈ അഹങ്കാരവൃത്തിയാണ് നമ്മെ ഈ എന്താ താഴ്ച നമ്മളെ ഒരു അഹങ്കാരവൃത്തി കൊണ്ടാണ് നമുക്ക് ഏറ്റവും വിക്ഷേപം ഉണ്ടാകുന്നത്. അല്ലെങ്കിൽ ഒരു കുഴപ്പമില്ല. ഇപ്പോൾ അവിടെ ഒരു സംഗതി കണ്ടു, വേറൊരാൾ ചെയ്യുന്ന കണ്ട് നമുക്ക് കണ്ടുകൊണ്ടിരിക്കും. ഞാനോട് ഇൻവോൾവാണ്, നമുക്കതിൽ വികാരം ഉണ്ടാകും, ദേഷ്യമോ എന്തെങ്കിലും ഉണ്ടാകും, സന്തോഷമോ ദേഷ്യമോ എന്തെങ്കിലും ഉണ്ട്. അപ്പോൾ അഹങ്കാരവൃത്തിയാണ് ഇതിനെല്ലാം കാരണം. അങ്ങനെ 4 വൃത്തികളോടുകൂടിയ അന്ധകരണം 4 എണ്ണം. അങ്ങനെ സപ്താംഗ ഏകോനവിംശതി മുഖ. സപ്താംഗ എന്ന് പറഞ്ഞതുകൊണ്ട് വിരാടിനെ പറഞ്ഞു. ഏകോനവിംശതി മുഖ, അത് എന്തൊക്കെ ഓരോ വ്യക്തിക്കുമുണ്ട്. ഓരോ ജീവനും ഏകോനവിംശതി മുഖങ്ങൾ, ഇത്രയും ഉപകരണങ്ങൾ തന്നിട്ടുണ്ട് പ്രവർത്തിക്കാൻ, കരണങ്ങൾ. അപ്പോൾ കാര്യം എന്ന് പറയുന്നത് ദേഹം, കരണം എന്ന് പറയുന്നത് ഈ പറഞ്ഞ 19 അതാണ് പ്രവർത്തിക്കുന്നത്. സ്ഥൂലഭുക്, അവിടുന്ന് ഈ ജീവൻ ഇത്രയും കരണങ്ങൾ കൊണ്ട് പ്രവർത്തിച്ച് അനുഭവിക്കുന്നത് എന്താണ്? സ്ഥൂലഭുക്. സ്ഥൂലഭോഗങ്ങളാണ് അനുഭവിക്കുന്നത്. ജാഗ്രത സ്ഥൂലഭോഗങ്ങൾ അനുഭവിക്കുന്ന ഒരു വൈശ്വാനരാണ്. സ്ഥൂലഭോഗങ്ങൾ അനുഭവിക്കുന്ന ആ ജീവനാണ് ആദ്യത്തെ പാദം. അതിൻ്റെ പേരാണ് വൈശ്വാനരൻ അല്ലെങ്കിൽ വിശ്വൻ. വിശ്വൻ എന്ന് പറയുന്നത് നമ്മൾ ഒരു ജീവനെ വെച്ചിട്ട് വ്യഷ്ടി ജീവൻ എന്ന് പറയുന്നു, സമഷ്ടിയെ വൈശ്വാനരൻ എന്ന് പറയുന്നു. അങ്ങനെ ആദ്യത്തെ പാദം. ഈ ആദ്യത്തെ പാദം ഇതാണ് എന്ന് പറയുന്നത് കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? മുഖം അത് ശരിക്കും ഈ സമഷ്ടിയിൽ എങ്ങനെയാണത്? നമ്മൾ ഈ അഗ്നിഹോത്രത്തിലെ അഗ്നി ആഹവനീയ എന്ന് പറയുന്നത്
സമഷ്ടിയിൽ നമ്മുടെ മുഖമായിട്ടവിടെ സങ്കല്പിക്കും. ഒരു പുരുഷനെ സങ്കല്പിച്ചിട്ടല്ലേ ഇത് ചെയ്യുന്നത്. ആ പുരുഷൻ്റെ ഓരോ അംഗമായിട്ടാണ് ഇത് വരുന്നത്. അല്ല, അത് സമഷ്ടി പുരുഷൻ്റെ അഗ്നി എന്ന് പറയുമ്പോൾ എന്താണ് അവിടെ ഉദ്ദേശിക്കുന്നത്? അഗ്നി എന്ന് പറയുന്നത് ദഹിപ്പിക്കുന്നത്, ഭജിക്കുക. പറഞ്ഞില്ലേ, ഇതിലോട്ടാണ് അതിലോട്ടാണ് ഹവനം ചെയ്യുന്നത്, ഹവിസർപ്പിക്കുന്നത്. നമ്മൾ ഹവിസർപ്പിക്കുന്നത് മുഖത്തിലോട്ടാണ് അല്ലേ? അതുപോലെ ഭഗവാന് സമർപ്പിക്കുന്ന ആ ഹവിസ് അഗ്നിയിലോട്ടാണ് ഇടുന്നത്. അതുകൊണ്ട് അഗ്നിയെ മുഖം എന്ന് പറഞ്ഞു. ഇവിടെ അഗ്നിയും സൂര്യനും പറഞ്ഞത് എന്താണെന്നൊരു ചോദ്യം എങ്ങാണ്ട് കണ്ടായിരുന്നു. അഗ്നിയും സൂര്യനും തമ്മിൽ അത് ഒരു വ്യഷ്ടി സമഷ്ടി പോലല്ലേ. അപ്പം അഗ്നി എന്ന് പറഞ്ഞാൽ പചനം എന്നാണ് നമുക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നത്. സൂര്യൻ എന്ന് പറഞ്ഞാൽ സർവ്വപ്രകാശിക്കുന്നത്, അതാണ് അതിനെയാണ് സൂചിപ്പിക്കുന്നത്. ഒരു വ്യത്യാസം. അഗ്നിയുടെ പലയിടത്തും നമ്മൾ പല കവിപ്പിക്കുന്ന പല രീതിയിൽ പറഞ്ഞിട്ടുണ്ട്. എങ്കിലും പെട്ടെന്ന് കേൾക്കുമ്പം പചനം എന്നാണല്ലോ. ഇവിടെ പചനമാണ്. അപ്പോൾ ആദ്യത്തെ പാദം ഈ നേരത്തെ പറഞ്ഞു, ഈ 4 പാദം പറയുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ആദ്യത്തെ പാദത്തെ രണ്ടാമത്തേതിലും മൂന്നാമത്തേതിലും വിലയിപ്പിക്കുക. 4ാമത്തെ പാദം എങ്ങും വിലയിപ്പിക്കാനില്ല, അത് ഏകവും പൂർണ്ണവുമാണ്. അവിടെ ഒന്നും അത് നിർഗുണവും നിരാകാരവും എല്ലാമായതുകൊണ്ട് അവിടെ ഒന്നും ആരും ലയിപ്പിക്കാനില്ല. നമ്മളില്ലല്ലോ ഇവിടെ, ഈ ഞാനെന്ന് പറയുന്ന അഹങ്കാരവൃത്തി അവിടെ ഇല്ല. അപ്പോൾ അങ്ങനെ വിലയിപ്പിക്കണം. നമ്മൾ മുമ്പേ പറഞ്ഞ പോലെ ഈ അത് പിന്നെ മുഞ്ചപ്പുല്ലിൽ നിന്ന് ഋഷീക എടുക്കുന്ന പോലെ, യഥാമഞ്ച ഋഷീകൈവ തഥാവിധം. നമ്മളൊരു ഉപനിഷത്തിലും പഠിച്ചിട്ടുണ്ട്, പഞ്ചദശിയിലും പഠിച്ചിട്ടുണ്ട്. അങ്ങനെ ഈ 3 ദേഹങ്ങളിൽ നിന്നും അതിനെ വേർതിരിച്ചറിയണം. അപ്പോൾ ആദ്യത്തെ പാദം ജാഗ്രത സ്ഥാനത്ത് വരുന്നത്, ജാഗ്രത തൻ്റെ ഒരു അവസ്ഥയാണെന്നും ആ ജാഗ്രത പുരുഷൻ സ്വപ്നമാകുമ്പോഴത്തേനും ആ ജാഗ്രത പുരുഷൻ വിലയിച്ചു പോയി. ജാഗ്രത അഭിമാനിയായ പുരുഷൻ വിലയിച്ചു പോയി, അവിടെ സ്വപ്നത്തെ വിലയിച്ചു പോയി. അപ്പോൾ വിലയിച്ചു പോയി എന്ന് പറയുന്നതുകൊണ്ട് എന്താ നമ്മൾ മനസ്സിലാക്കുന്നത്? അത് സത്യമല്ല എന്ന് മനസ്സിലാക്കും. അപ്പം ജാഗ്രത അവസ്ഥയിൽ എന്തൊക്കെ അനുഭവിക്കും, നമ്മൾക്ക് അറിവിൽ വരും. അനുഭവിക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ അറിവിൽ വരിക. അതെല്ലാം നമ്മുടെ ശരീരമായാലും ശരീര സംബന്ധികളായ കാര്യമാണെങ്കിലും മറ്റ് ദൃശ്യപ്രപഞ്ചമാണെങ്കിലും എല്ലാം ജാഗ്രതയിൽ നമ്മൾ കാണുന്ന ഒന്നും സ്വപ്നത്തിലേക്ക് പോകുന്നില്ല. ആ ജാഗ്രത അഭിമാനിയായ പുരുഷനും സ്വപ്നത്തിലേക്ക് പോകുന്നില്ല. അതുകൊണ്ട് ജാഗ്രത സത്യമല്ല എന്ന് നിർണ്ണയിക്കണം. അതിനാണ് ആദ്യത്തെ പാദം പറഞ്ഞത്. അപ്പോൾ ഓരോ പാദവും അതുപോലെ വിലയിപ്പിക്കണം. അപ്പോൾ ഇത് തന്നെ നമുക്കെല്ലാം അനുഭവമുള്ളതാണ്. നമ്മൾ ജാഗ്രതയിൽ സ്വപ്നത്തെക്കുറിച്ച് ഓർക്കുന്നുണ്ട്, പക്ഷേ സ്വപ്നത്തിൽ ജാഗ്രതയെക്കുറിച്ച് അറിയുന്നില്ല. ഒരിക്കലും അറിയുന്നില്ല. സ്വപ്നത്തിൽ ജാഗ്രതയെക്കുറിച്ച് അറിയുന്നില്ല. അതിന് കാരണം ഈ ജാഗ്രത അഭിമാനിയായ പുരുഷൻ സ്ഥിരമല്ലെന്നും അയാൾ സ്വപ്നപുരുഷനിൽ ലയിച്ചു പോയി എന്നും. ഇവിടെ അപ്പോൾ ഇതേ ഇല്ല. അങ്ങനെയാണല്ലോ നമ്മൾ സ്വപ്നം കാണുന്നത്. ഈ പ്രപഞ്ചമേ ഇല്ല. നമ്മളിപ്പോൾ കാണുന്ന ജാഗ്രത പ്രപഞ്ചമേ ഇല്ല. ഒരു പുതിയ പ്രപഞ്ചം നമ്മൾ അവിടെയും കാണുന്നുണ്ട്. പ്രപഞ്ചം പുതിയതാണ് കാണുന്നത്. ജാഗരിതം സ്ഥാനം അസ്യ ഇതി ജാഗരിത സ്ഥാനം. ജാഗരിത സ്ഥാനം എന്ന് പറഞ്ഞാൽ അസ്യ സ്ഥാനം, ഈ അസ്യ ജീവൻ്റെ സ്ഥാനം അല്ലെങ്കിൽ ആ വിരാട്ടിൻ്റെ സ്ഥാനം, അത് ജാഗരിതം എന്ന് പറയുന്നത് ബഹിഷ്പ്രജ്ഞ. നമുക്കിപ്പം വിരാടിനെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാൻ പറ്റത്തില്ല. വിരാട് നമുക്ക് വ്യക്തിയെക്കുറിച്ച് നമ്മളെക്കുറിച്ച് ചിന്തിക്കാൻ പറ്റില്ല, വ്യക്തിയെക്കുറിച്ച് ചിന്തിക്കാൻ പറ്റുള്ളൂ. നമ്മൾ എന്ത് ചിന്തിച്ചാലും നമ്മൾക്ക് ദൃശ്യവും ദൃക്കുമായിട്ടേ ഇരിക്കുകയുള്ളൂ. ദൃക്കെന്ന് പറയുന്നത് ജ്ഞാനമാണ്, ദൃശ്യം എന്ന് പറയുന്നത് കാണുന്നതുമാണ്. അപ്പം അങ്ങനെ ചിന്തിക്കാൻ പറ്റുള്ളൂ നമുക്ക്. ഈ വിരാട് പുരുഷൻ എന്ന് പറയുമ്പം ഞാനിപ്പോൾ ഇതെല്ലാം അറിയുന്നു, ഇങ്ങനെ പലതും അറിയുന്നുണ്ട്. അങ്ങനെ ഈ അറിയുന്ന സകലതിനെയും കൂടെ അഭിമാനിക്കുന്ന പുരുഷനാണ് വിരാട്. അപ്പോൾ അങ്ങനെ ഒരു അവസ്ഥയിലാണ് എത്തേണ്ടത്. അപ്പോൾ അതാണ് ജ്ഞാനികളുടെയൊക്കെ അവസ്ഥ എന്ന് പറയുന്നത്. ഇതെല്ലാം ഞാനാണെന്ന് പറയുന്നത്.
അങ്ങനെ ഒരു അവസ്ഥയിലെത്തും അവർ. ശ്യാമാൽ ശബളം പ്രബദ്ധ്യം. ബഹിഷ്പ്രജ്ഞ ജാഗ്രതസ്ഥാന ബഹിഷ്പ്രജ്ഞ സ്വാത്മവ്യതിരിക്തേ വിഷയേ പ്രജ്ഞ യസ്യ സ ബഹിഷ്പ്രജ്ഞ. ബഹിഷ്പ്രജ്ഞൻ എന്ന് പറഞ്ഞതുകൊണ്ട് സ്വാത്മവ്യതിരിക്തേ വിഷയേ, തന്നിൽ നിന്നും വ്യത്യാസപ്പെട്ട വിഷയങ്ങളിൽ, താനല്ലാത്ത മറ്റു വിഷയങ്ങളിൽ പ്രജ്ഞ ആർക്കാണോ ഉള്ളത് അയാളാണ് ബഹിഷ്പ്രജ്ഞ. നമ്മുടെ മനസ്സ് വിഷയാകാരമായിട്ടിരിക്കുക. ഇവിടെ നിന്നും നമ്മിൽ നിന്നും ഇപ്പം ഞാനെന്ന് അഭിമാനിക്കുന്നത് ഇപ്പം ഞാൻ പിന്നെ ഇതെല്ലാം പിന്നെ എന്താ സ്ഥൂല വിഷയങ്ങളെക്കുറിച്ചാണല്ലോ പറയുന്നത്. സ്ഥൂലഭുക്കായിരിക്കുന്ന ഞാൻ, ശരീരം ഞാനാണെന്ന് അഭിമാനിക്കുന്നത്. അപ്പോൾ എൻ്റെ വിഷയങ്ങളെല്ലാം എന്നിൽ നിന്ന് ഭിന്നമായിട്ടുള്ളതിനെക്കുറിച്ച് അറിയുന്നു. എന്നിൽ നിന്ന് ഭിന്നമായ വിഷയങ്ങളെ അറിഞ്ഞുകൊണ്ടിരിക്കുന്ന സ്വാത്മവ്യതിരിക്ത, തന്നിൽ നിന്ന് ഭിന്നമായ വിഷയങ്ങളെ അറിഞ്ഞുകൊണ്ടിരിക്കുന്ന ആളാണ് ബഹിഷ്പ്രജ്ഞൻ. ബഹിഷ്പ്രജ്ഞ സ്വാത്മവ്യതിരിക്തേ വിഷയേ പ്രജ്ഞ യസ്യ സ ബഹിഷ്പ്രജ്ഞ. ബഹിർവിഷയേ പ്രജ്ഞ അവിദ്യാകൃതാവഭാസതേ ഇതി അർത്ഥ. എന്തുകൊണ്ടാണ് ബഹിഷ്പ്രജ്ഞനായിരിക്കുക, നമ്മുടെ പ്രജ്ഞ വെളിയിലാണ് എന്ന് അറിയുന്നത് എന്തുകൊണ്ടാണ്? അവിദ്യാകൃതം. അവിദ്യാകൃതം നമ്മൾ നേരത്തെ പറഞ്ഞു. അവിദ്യ എന്ന് പറഞ്ഞാൽ വിദ്യയേ ഇല്ല എന്നുള്ള അർത്ഥമല്ല എടുക്കേണ്ടത്. അല്പജ്ഞാനം, വിപരീതജ്ഞാനം, അതൊക്കെയും അർത്ഥമാണ്. അപ്പോൾ അല്പജ്ഞാനം നമ്മൾ ഇതിനെ കാണുന്നു എന്ന് പറഞ്ഞാൽ ഇത്രയുടെ കാണുന്നുള്ളൂ. ഇത്രയുടെ തന്നെ അവരുടെ നോക്കുന്നിടമേ നമ്മൾ ശരിയായിട്ട് കാണുന്നുള്ളൂ. നമുക്ക് ഇത് വായിക്കണമെങ്കിൽ ആ വായിക്കേണ്ട ഭാഗം മാത്രം നോക്കണം, ബാക്കിയൊന്നും നമ്മുടെ മനസ്സിലില്ലപ്പോൾ. അപ്പോൾ എന്താണ്, അതിനെപ്പറ്റി അറിയുന്നില്ല. അപ്പോൾ പൂർണ്ണമായ അറിവ് ഒന്നിനെക്കുറിച്ച് ഇല്ലാത്തതാണ് അവിദ്യ. നമ്മൾ അനേക വിഷയങ്ങളെ കാണുന്നുണ്ട്. വിഷയങ്ങളെ ഒന്നും നമുക്ക് പൂർണ്ണമായിട്ട് അറിയാൻ സാധിക്കില്ല. ഈ കാണുന്നത് മാത്രം അത് തന്നെയല്ല, നമ്മൾ ഈ കണ്ണുകൊണ്ട് കാണുന്നതല്ല പ്രപഞ്ചം, ഇല്ലേ? നമ്മുടെ കണ്ണുകൊണ്ട് ഈ ഒരു കണ്ണിൻ്റെ ഒരു റേഞ്ചിൽ ഇത് നമ്മൾ കാണുന്നു, അങ്ങനെ കാണുന്നു. അപ്പോൾ ഈ ഭഗവാന്റെ ഒരു മഹിമാനം എന്ന് പറയുന്നത് ഒരു വസ്തുവാണ്, പക്ഷേ അനേകം പേരും അനേക രീതിയിലാണ് കാണുന്നത്. അപ്പോൾ നമ്മളിങ്ങനെ നമ്മുടെ കണ്ണനുസരിച്ച് കാണുന്നു, വേറൊരെണ്ണം കാണുമ്പോൾ അതിൻ്റെ കണ്ണനുസരിച്ച് കാണുന്നു. അതിൻ്റെ റേഞ്ച് എന്താണോ, അതിൻ്റെ ഫ്രീക്വൻസി എന്താണോ അതനുസരിച്ചാണ് അത് കാണുന്നത്. ഒരിക്കലും ഈ കണ്ടത് സത്യമാണ് നമുക്ക് ബാധിക്കാൻ പറ്റത്തില്ല. ഇപ്പോൾ വേറൊരാൾ നോക്കുമ്പോൾ അത് ശരിയല്ലായിരിക്കും. ബഹിർവിഷയേ പ്രജ്ഞ അവിദ്യാകൃത. അവിദ്യ കൊണ്ടാണ് ഇങ്ങനെ നമ്മുടെ മനസ്സ് വെളിയിൽ പോയിരിക്കുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. കാരണം വാസ്തവത്തിൽ നമ്മുടെ മനസ്സിലല്ലേ ആ വസ്തു ഇരിക്കുന്നത്. നമ്മൾ വെളിയിലിരിക്കുന്നു എന്നറിയുമ്പോഴും നമ്മുടെ അന്ധകരണം തഥാകാരമായി എന്നല്ലേ. അപ്പോൾ അന്ധകരണത്തിൽ തന്നെയാണ് അറിവുണ്ടാകുന്നത്. അത് ഒരു വസ്തു ആകാരമായ അറിവാണ് നമുക്കുണ്ടാകുന്നത്. അല്ലാതെ അറിവിൽ നിന്ന് ഭിന്നമായി ഒന്നും ഉണ്ടാകുന്നില്ല. അറിവിൽ നിന്ന് ഭിന്നമേ അല്ല, അറിവ് തന്നെയാണ്. നമ്മൾ അവിദ്യ കൊണ്ട് ഇത് വസ്തുവാണെന്ന് മനസ്സിലാക്കുന്ന, വസ്തു വെളിയിലിരിക്കുന്നതാണെന്ന് മനസ്സിലാക്കുന്നത്. അവിദ്യാകൃത അവഭാസതേ ഇത്യർത്ഥം. തഥാ സപ്താംഗാന്യസ്യ തസ്യ. അതായത് ഇതിലെ ഉപനിഷത്തിൽ ഒരുപാട് പ്രയോഗമുണ്ടോ, ഇവൻ്റെ അവൻ്റെ. അതായത് ഇവിടെ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആളിനെ ആ ഇതിലും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവിടെ പറഞ്ഞിരിക്കുന്ന ആളിനെ തന്നെയാണ് ഇവിടെയും പറഞ്ഞിരിക്കുന്നതെന്നർത്ഥം. തസ്യ വ ഏതസ്യ ആത്മനഃ വൈശ്വാനരൻ്റെ മൂർധായേവ സുതേജ ദ്യുലോകം ആ വിരാട് പുരുഷൻ്റെ മൂർധാവാകുന്നു. ചക്ഷുർ വിശ്വരൂപനായ സൂര്യൻ, അനേക ഗുണങ്ങളോടുകൂടിയ സൂര്യൻ ചക്ഷുസാകുന്നു. പ്രാണ പൃഥക് വർത്തമ, അനേക രീതിയിൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന വായു പ്രാണനാകുന്നു. സന്ദേഹം ബഹുലം, മധ്യപ്രദേശം ആകാശമാകുന്നു. വസ്തിരേവരൈഹി, ജലമാകുന്നു മൂത്രസ്ഥാനം. പൃഥ്വിയേവ പാദോ, പാദമാണ് പൃഥ്വി. ഇതാണൊരു വിരാട് പുരുഷൻ്റെ 7 അംഗങ്ങൾ. ഇത് അഗ്നിഹോത്ര കൽപ്പനാശേഷത്വേന ആഹവനീയോ അഗ്നിരസ്യ മുഖത്വേനോക്തഃ. ആഹവനീയ അഗ്നി,
ആണ് മുഖം. അഗ്നി, മുഖം, സൂര്യൻ, കണ്ണ്. ഇത്യവം സപ്താംഗാനി യസ്യ സ സപ്താംഗഃ. ഇങ്ങനെയാണ് വിരാട് പുരുഷൻ്റെ 7 അംഗങ്ങൾ ഇതൊക്കെയാകുന്നു. തഥാ ഏകോനവിംശതി മുഖാന്യസ്യ ഏകോനവിംശതി മുഖാനി 19 മുഖങ്ങൾ. അത് ബുദ്ധീന്ദ്രിയാണി കർമ്മേന്ദ്രിയാണി 10 വായവശ്ച പ്രാണാദയ 5 മനോ ബുദ്ധിരഹങ്കാര ചിത്തമിതി മുഖാനീവ മുഖാനി താനി ഉപലബ്ധിദ്വാരാണി ഇതി അർത്ഥം. ഉപലബ്ധിസ്ഥാനം വിഷയങ്ങളെ അറിയാനുള്ള വഴി, അതാണ് ഈ 19. സ ഏവം വിശിഷ്ടോ വൈശ്വാനരോ യഥാ ഉക്തേ ദ്വാരൈഹി ശബ്ദാദീൻ സ്ഥൂല വിഷയാൻ പുങ്ക്തേ. ഈ വൈശ്വാനരനായ പുരുഷൻ, അതായത് വൈശ്വാനര പുരുഷൻ അനുഭവിക്കുന്നു എന്ന് പറഞ്ഞപ്പം ഈ ഓരോ വ്യക്തി, ഈ സകല വ്യക്തികളെയും അല്ലെ സകല എല്ലാത്തിനെയും സമഷ്ടി, അതാണല്ലോ ഈ വിരാട്ടിൻ്റെ ഉപാധി. അപ്പോൾ ഓരോരുത്തരും അനുഭവിക്കുന്നത് വിരാട്ടിൻ്റെ അനുഭവമായിട്ടെടുക്കുക. കാരണം വിരാട്ടിലാണ് ഇതെല്ലാം ഇരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഈ വിഷയാൻ ശബ്ദാദീൻ സ്ഥൂലാൻ വിഷയാൻ ഭുങ്ക്തേ ഇതി സ്ഥൂലഭുക്. വിശ്വേഷാം നരാണാം ഏകഥാ നയനാത് വൈശ്വാനരഃ. ഈ വൈശ്വാനര ഓരോരുത്തരെയും ഏകഥാ നയനാത്, ഈ സകല നരന്മാരെയും നയിച്ചുകൊണ്ടിരിക്കുന്നത് ഈ വൈശ്വാനരാണ്. അപ്പോൾ ഈ വൈശ്വാനരൻ എല്ലാ ജീവന്മാരെയും അവരവരുടെ അനുഭവം അനുസരിച്ച്, കർമ്മം അനുസരിച്ച്, അനുഭവിക്കേണ്ട കർമ്മഫലം അനുസരിച്ച് നയിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് വൈശ്വാനരൻ. വിശ്വാനര ഏവ യദ്വാ വിശ്വശ്ച അസൗ നരഹ ചെയ്തി വൈശ്വാനര. സർവ നരന്മാരുടെയും അല്ലെ സർവ്വജീവന്മാരുടെയും ജീവന്മാരും ഉൾക്കൊള്ളുന്ന ആ ജീവൻ, എല്ലാറ്റിനെയും ഉൾക്കൊള്ളുന്ന ആ ജീവൻ, അതും വിശ്വാനരൻ തന്നെയാണ്. നരസ്ഥിതി ഈ ഓരോ വിഷയത്തിലേക്ക് നയിക്കുന്നതും ആ വിരാട്ടാണ്. അല്ലെങ്കിൽ അത് എല്ലാ നരന്മാരെയും ഞാനെന്ന്, ഇപ്പം നമ്മുടെ ഓരോ അംഗങ്ങളെയും ഞാനെന്ന് അഭിമാനിക്കുന്നു. ഇതെൻ്റെ കൈ, ഞാനെന്ന് എൻ്റെ ഒരു അംശമായിട്ടല്ലേ നമ്മളറിയുന്നത്. അതുപോലെ ഈ സകല പ്രപഞ്ചത്തെയും തൻ്റെ അംശമായിട്ട് അറിയുന്ന ആ ജീവനാണ് അല്ലെങ്കിൽ ചൈതന്യമാണ് വൈശ്വാനരൻ. വൈശ്വാനരൻ 2 അർത്ഥം. സർവ പിണ്ട ആത്മാനന്യത്വാത് സ പ്രഥമപാദഃ. സർവ പിണ്ടാത്മാനന്യത്വാത്, കാണുന്ന സകലതിൻ്റെയും അനന്യത്വാത്. ഈ വിരാട് അനന്യമാണ്, അന്യമല്ല. ഈ ഇപ്പം ഞാൻ എന്ന് പറയുന്നത് ആ വിരാടിൻ്റെ അംശമാണ്, നിങ്ങൾ ഓരോരുത്തരും വിരാടിൻ്റെ അംശമാണ്, എന്നും അന്യമല്ല, അനന്യത്വാത്. അതുകൊണ്ട് ഇതിനെല്ലാം ഉൾക്കൊള്ളുന്ന അല്ലെങ്കിൽ ഇതിനെല്ലാം താനെന്ന് അഭിമാനിക്കുന്ന ആ ചൈതന്യമാകുന്നു വിരാട്ട്. അഹങ്കാരം ഇതിൻ്റെ ഒരു ഉണ്ടല്ലോ, ഇല്ലെങ്കിൽ പിന്നെ പ്രവൃത്തി നടക്കുകയല്ലോ. അഹങ്കാരവൃത്തി ഉള്ളത് കൊണ്ടല്ലേ ഇതെല്ലാം ചെയ്യാൻ പറ്റും. സമഷ്ടി അന്ധകരണം. നമ്മളിപ്പോൾ അന്ധകരണം എന്ന് പറയുമ്പോൾ എൻ്റെ അന്ധകരണം എന്ന് പറയുമ്പോൾ എൻ്റെ മനസ്സ് എന്നിൽ തന്നെ ആയിരിക്കും. അങ്ങനെയല്ലല്ലോ നമ്മൾ പഠിച്ചത് കഴിഞ്ഞ ഉപനിഷത്തിൽ. നമ്മൾ പഠിച്ചത് പിന്നെ ഈ 2 പക്ഷിയിലേക്ക് ആലിംഗനബദ്ധരായ 2 പക്ഷികൾ. അപ്പം അതിനോട് ചേർന്ന് തന്നെയാണ് ഈ വ്യവഹാരത്തിൽ പോലും ഞാൻ വേറെയാണെന്ന് തോന്നുമ്പോഴും അതിനോട് ചേർന്നാണ് ഇരിക്കുന്നത്. അപ്പം അതിൻ്റെ അംശമായിട്ടാണ് ഇരിക്കുന്നത്. സമഷ്ടി മനസ്സ്. അത് പിന്നെ ഈ അതിൻ്റെ അംശമായിട്ട് നമുക്ക് തോന്നുകയാണ് അസ്യ മഹിമാനം കൊണ്ട്. അതുകൊണ്ട് എന്താ ദുഷ്ടം തഥാ പശ്യത്തി അന്യമീശം അസ്യ മഹിമാനം ഇത് വീതശോഭ. അപ്പോഴേ അറിയുള്ളൂ, അതാണ് പ്രശ്നം. നമുക്കിപ്പോൾ അറിയാൻ പറ്റുന്നില്ല ഇത് മഹിമാനമാണ് എന്ന് നമുക്ക് പറയാം. പക്ഷേ ആ ഒരു അനുഭവം വരണമെങ്കിൽ ആ ഭഗവാനെ നല്ലതുപോലെ നല്ലതുപോലെ സേവിച്ച് കാണണം.
പശ്യത്തി അന്യമനുഷ്യൻ. ആ ഈശ്വരനെ അറിയുമ്പോൾ ഇതെല്ലാം ആ ഈശ്വരൻ്റെ മായ മാത്രമായിരുന്നു, ഭഗവാന്റെ മഹിമാനമായിരുന്നു എന്ന് മനസ്സിലാക്കും. അതുവരെ നമുക്കിതെല്ലാം സത്യമാണ്. പ്രഥമപാദഃ ഏതൽ പൂർവകത്വാത് ഉത്തരപാദാധിഗമ്യതേ ഉത്തരപാദാധിഗമസ്യ പ്രാഥമ്യം അസ്യ. എന്തുകൊണ്ടാണ് ഇതിന് പ്രഥമപാദം എന്ന് കൊടുത്തിരിക്കുന്നത്? നമ്മൾ അറിയുന്നത് ഇതാണ് അല്ലേ? നമ്മൾ ഈ മനസ്സിനെ പോലും ഇതിൽ നിന്ന് സൂക്ഷ്മം വ്യത്യാസപ്പെട്ട വസ്തുവായിട്ട് നമ്മുടെ ശരീരത്തിൽ നിന്ന് വ്യത്യാസമാണ് മനസ്സെന്ന് നമ്മൾ അറിയുന്നുണ്ട്. നമ്മൾ നമുക്ക് അങ്ങനെ ഒരു തോന്നൽ പോലും വരുന്നില്ല. നമ്മളൊന്ന് പ്രവർത്തിക്കുക, ഇത് മനസ്സോ ഇതറിയുന്നതോ എങ്ങനെയാണ് അറിയുന്നത്? ഞാൻ അറിയുകയാണ്, അങ്ങനെ നമ്മൾ കരുതുന്നുള്ളൂ. അപ്പം ഇത് മനസ്സിലാക്കിയിട്ട് ഇതാണ് പ്രഥമപാദം. ആദ്യം നമുക്ക് അനുഭവമുള്ളത് ഇതാണ്. സ്വപ്നം നമുക്ക് അനുഭവമല്ല എന്ന് ചോദിച്ചാൽ അനുഭവമാണ്. പക്ഷെ യഥാർത്ഥം സ്വപ്നത്തിൽ നമ്മൾ പലതും കണ്ട് അല്പം കഴിയുമ്പോൾ അത് കാണുന്നില്ല. ഇത് പറഞ്ഞാൽ നമ്മളിപ്പോൾ 1 വർഷം കൊണ്ടൊരു പരീക്ഷ ഒരു പേപ്പർ എഴുതിയെടുത്തു വിചാരിക്കും. സ്വപ്നത്തിൽ 1 വർഷം കൊണ്ട് എഴുതിയെടുക്കുന്നു ഇല്ലേ? ഒരാൾ എഴുതിയെടുക്കുന്നു എന്ന് സ്വപ്നം കണ്ടാൽ 1 വർഷം വേണം അതിന്. അപ്പം ഈ ദേശകാല വ്യത്യാസമാണത്. സ്ഥലകാലങ്ങൾ മാറുന്നതനുസരിച്ച് ഈ സമയത്തിൻ്റെ അളവ് മാറുക. അതുകൊണ്ട് ഈ അനുഭവം നമുക്ക് വ്യക്തമായ അനുഭവം യാതൊന്നുണ്ടോ അതിനെപ്പറ്റി പറഞ്ഞു. അതിനെ ആദ്യം പരിശോധിക്കേണ്ടതാണ്. അതുകൊണ്ട് പ്രഥമ പാദമാണെന്ന് പറഞ്ഞു. കഥമയം ആത്മാ ബ്രഹ്മേതി പ്രത്യേകാത്മനോ അസ്യ ചതുഷ്പാർട്ടേ പ്രകൃതേ ദ്വിലോകാദീന മൂർധാദ്യംഗത്വം ഇതി. ഇവിടെ ചോദിക്കുകയാണ്, ബ്രഹ്മമാണെന്ന് പറഞ്ഞു. നീ ബ്രഹ്മമാണെന്ന് ഉള്ളതിനെ മനസ്സിലാക്കിയാണല്ലോ ഇവിടെ തുടങ്ങിയത്. അപ്പോൾ ഇവിടെ പ്രഥമ പാദം പറഞ്ഞിട്ട് ദ്വിലോകവും മൂർധാവും അതൊക്കെ എന്തിനാണ് പറഞ്ഞത്? അപ്പോൾ ഈ ദ്വിലോകം പറഞ്ഞത് ദ്വിലോകമാണ് ശിരസ് എന്നൊക്കെ പറഞ്ഞല്ലോ. അത് എന്തിനാണ് അങ്ങനെ പറയുന്നത് എന്തിനാണ്? നമുക്കറിയേണ്ടത് തൻ്റെ ആത്മാവ് അല്ലെ, തനിക്ക് തൻ്റെ അയമാത്മാ ബ്രഹ്മ, അതാണ് നമുക്കറിയേണ്ടത്. അപ്പോൾ അയമാത്മാ ബ്രഹ്മ എന്ന് പറയുമ്പോൾ ഈ ആത്മാവ് ബ്രഹ്മമാകും എന്നാണല്ലോ അർത്ഥം. അപ്പോൾ അത് പറയുന്നതിന് മൂർധാവിൽ പോകുന്നതെന്ന് ചോദ്യം. നൈഷദോഷ സർവസ്യ പ്രപഞ്ചസ്യ സാധി ദൈവികസ്യ അനേനാത്മന ചതുഷ്പാത്വസ്യ വിവക്ഷിതത്വാത്. അപ്പോൾ ഇവിടെ വിവക്ഷിച്ചിട്ട് സർവസ്യ പ്രപഞ്ചസ്യ സാധി ദൈവികസ്യ അനേനാത്മന ചതുഷ്പാത്വസ്യ വിവക്ഷിതത്വാത്. ചതുഷ്പാദാണെന്ന് പറഞ്ഞത് ഈ സകല പ്രപഞ്ചം ഈ ആദി ഭൗതികവും ആദി ദൈവികവും എല്ലാം ഉൾപ്പെടെ പറഞ്ഞിട്ടാണ് അതിൻ്റെ അധിഷ്ഠാനം ഈ ആത്മാവാണെന്ന് പറയാൻ പോകുന്നത്. ഇപ്പോൾ സാധി ദൈവികവും പറഞ്ഞു, സാധി ഭൗതികവും പറഞ്ഞു. ആദിഭൗതികം എന്ന് പറഞ്ഞാൽ ഏകോനവിംശതി മുഖം. അപ്പം ഏകോനവിംശതി മുഖമിരിക്കുന്ന ആ ഒരു കാര്യമുണ്ടല്ലോ, ശരീരം എന്ന് പറയുന്ന കാര്യം ഈശ്വരൻ്റെ അംഗമായിട്ട് വന്നു ഇല്ലേ? സകലത്തിനെ അങ്ങ് താനായിട്ടും തൻ്റേതായിട്ടും അറിയുകയാണല്ലോ വിരാട്ട്. അപ്പം ശരീരം ഇത് കാര്യം, മറ്റേത് കരണം. അപ്പം ഈ ആദിദൈവികവും ആദി ഭൗതികവും എല്ലാം ഉൾപ്പെടെയാണ് ഈ 4 പാദങ്ങൾ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് അനേന സാധി ദൈവികസ്യ അനേനാത്മന വിവക്ഷിതത്വാത്. എല്ലാത്തിനെയും മനസ്സിലാക്കി വേണം, എല്ലാത്തിനെയും ഓരോന്നിൻ്റെയും സ്ഥിതി എന്താണ് എന്നറിഞ്ഞിട്ട് അതിനെ ലയിപ്പിക്കണം. നമ്മൾ ഈ വ്യവഹാരത്തിൽ നമ്മൾ അനേക വസ്തുക്കൾ കാണുന്നുണ്ട്. ഈ വസ്തുക്കളുടെ സത്യത്തിന് ഒരു നമ്മളിപ്പോൾ സത്യം മിഥ്യ എന്ന് പറയുമ്പോൾ ഏതാണ് സത്യം ഏതാണ് മിഥ്യ എന്നൊരു അറിവ് വേണം നമുക്ക്. എന്തിനാ നമ്മൾ സത്യം എന്ന് പറയുന്നു, എന്തിനാ മിഥ്യ എന്ന് പറയുന്നു. അപ്പം സത്യം എന്ന് പറഞ്ഞാൽ ഒരിക്കലും മാറാതിരിക്കുന്നതാണ് സത്യം. സത്യം അബാധ്യം, ഒരു വിധത്തിലും ബാധിക്കുന്നില്ല. ദേശം കൊണ്ടോ കാലം കൊണ്ടോ വസ്തു കൊണ്ടോ ബാധിക്കാത്ത ഒന്നാണ് സത്യം. നമ്മൾ ആലോചിക്കുമ്പോഴേ അറിവ് എന്ന് പറയുന്നത് എവിടാണ് അറിവില്ലാത്തത്? ഇത് അങ്ങനെ അറിവില്ലാത്ത ഒരു സ്ഥലം നമുക്ക്
അങ്ങനെയുള്ള സാധനത്തെ അറിയാൻ പറ്റും. അപ്പോൾ അറിവില്ലാത്ത ഒരു വസ്തുവില്ല, ഒരിടവുമില്ല. അതുപോലെ എന്ത് സൂക്ഷ്മമായാലും പിന്നെ സ്ഥൂലമായാലും നമ്മളറിയുന്നു എന്ന് പറയുന്നു. ഇപ്പം നമ്മുടെ ദുഃഖം അത് സൂക്ഷ്മമാണ്, സൂക്ഷ്മമായ ഒരു അനുഭവം. സുഖം അതും അങ്ങനെ തന്നെയാണ്. അപ്പോൾ അതിനെ നമ്മൾ അറിയുന്നുണ്ട്. അപ്പോൾ സ്ഥൂലവും സൂക്ഷ്മവും ഒക്കെ അറിയുന്നുണ്ട്. അപ്പോൾ ഇത് ഏതാണ് സത്യമായിട്ട് നിൽക്കുന്നതെന്നാണ് അറിയേണ്ടത്, ഏതാണ് സ്ഥിരമായിട്ട് നിൽക്കുന്നത്, മാറാതെ നിൽക്കുന്നത് എന്താണ്, മാറുന്നത് എന്താണ്. അപ്പോൾ നമ്മുടെ ഈ ശരീരത്തിൽ നമ്മളിപ്പോൾ ഇരുന്ന് സ്ഥൂല ഭോഗങ്ങൾ അനുഭവിക്കുമ്പോൾ അനേക ഭോഗങ്ങളുണ്ട്. ഇതൊന്നും തന്നെ അടുത്ത നിമിഷമില്ല, എല്ലാ ഭോഗങ്ങളും മാറിപ്പോകുന്നുണ്ട്. ഒരു ഭോഗവും സ്ഥിരമായിട്ട് നമുക്ക് കിട്ടുന്നില്ല. സ്വപ്നം കണ്ടാൽ അവിടെ ഈ ഇതിലെ ഒന്നും തന്നെയില്ല. പക്ഷേ ഞാനെന്നുള്ള അറിവുണ്ട്. സ്വപ്നം അറിയുകയാണ് ചെയ്യുന്നത്, ജാഗ്രതയെ അറിയുകയാണ് ചെയ്യുന്നത്. അറിവിന് മാറ്റം. സ്വപ്നത്തെയും ജാഗ്രതത്തെയും ജാഗ്രത അഭിമാനി സ്വപ്നത്തിൽ ലയിക്കുമ്പോഴും സ്വപ്ന അഭിമാനി സുഷുപ്തി അഭിമാനിയിൽ ലയിക്കുമ്പോഴും ഈ ഞാൻ എന്നുള്ളത് നമ്മൾ നല്ലപോലെ ആലോചിച്ച് നോക്കിയാലേ ഞാൻ എന്നുള്ളത് സാക്ഷിയായിട്ട് നിൽക്കുന്നേ ഉള്ളൂ. ഇല്ലേ, അത് മാറുന്നില്ലല്ലോ. അതിനെവിടെ മാറ്റം വരുന്നു? ഒരിക്കലും മാറുന്നില്ല. മാറാതെ അങ്ങനെ പ്രകാശിച്ച് തന്നെ നിൽക്കുകയാണ് ഞാനെന്നുള്ള ബോധം. ആ ബോധത്തിൽ നിന്ന് തുടർന്ന് നിൽക്കുന്നത് എന്താണെന്നറിഞ്ഞ് അത് ബോധമാണെന്ന് മനസ്സിലാക്കി അതിൽ നിന്ന് ഭിന്നമാണ് അറിയപ്പെട്ട വസ്തുക്കൾ എന്ന് പറഞ്ഞാൽ അവയെ സത്യമല്ല എന്ന് പറഞ്ഞത്. അതെൻ്റെ അല്ല, ഞാനല്ല. ഇതുവരെ അനുഭവിച്ച അനുഭവങ്ങളൊന്നും തന്നെ ഞാനല്ല. ഇതിൻ്റെ എല്ലാം ദ്രഷ്ടാവാണ് ഞാൻ. ഇപ്പം ജാഗ്രത പുരുഷനും ജാഗ്രത ദ്രഷ്ടാവും രണ്ടാണ്. സ്വപ്ന പുരുഷനും സ്വപ്ന ദ്രഷ്ടാവും രണ്ടാണ്. ഇതിൻ്റെ സാക്ഷി, ഇതിനെല്ലാം സാക്ഷി എന്ന് പറയുന്നത് ഈശ്വരനാണ്. ശരി, ബ്രഹ്മമല്ല, ഈശ്വരനാണ്. കാരണം ബ്രഹ്മത്തിലൊന്നുമില്ലല്ലോ. ബ്രഹ്മ ഇതിനെ ഇങ്ങനെ പ്രകാശിപ്പിക്കുന്നതേ ഉള്ളൂ. ബ്രഹ്മം ഇതിൽ ഒരു വിധത്തിലും അറിയുകയോ അതിലേതെങ്കിലും ഒരു കക്ഷിയാവുകയൊന്നും ചെയ്യുന്നില്ല. അപ്പോൾ ബ്രഹ്മം പിന്നെ പ്രവർത്തിക്കുകയും ഇതെല്ലാം കാണുകയും ഇതെല്ലാം കേൾക്കുകയും ഓരോന്നിലേക്ക് നയിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈശ്വരൻ. ഇതിനെല്ലാം സാക്ഷിയായിരിക്കുന്ന ചൈതന്യം ആണ് സത്യം എന്ന് മനസ്സിലാക്കിയിട്ട് ബാക്കിയെല്ലാം സത്യമല്ല എന്ന് നിർണയിക്കണം. ആ ഒരു ബോധമില്ലാതെ ഈ നമ്മൾ ബാഹ്യപ്രപഞ്ചം സത്യമല്ല എന്നൊരു പൂർണ്ണ ഒരു ബോധമില്ലാതെ നമുക്ക് അടുത്തതിലേക്ക് പോകാൻ പറ്റത്തില്ല. അങ്ങനെ പോകണമെങ്കിൽ ഈശ്വരാനുഗ്രഹം വേണം. ഈശ്വരാനുഗ്രഹം എന്ന് പറയുന്നത് നമുക്ക് ഈ ജ്ഞാനയോഗം അനുസരിച്ച് നമ്മൾ വീണ്ടും മനസ്സിലാക്കി വീണ്ടും വായിച്ച് അത് നല്ലപോലെ ശ്രദ്ധിച്ച് അതിനെപ്പറ്റി ചിന്തിച്ച് ആ പറഞ്ഞ വിഷയത്തിലെത്തുക. മറ്റേ ഈശ്വരാനുഗ്രഹം വേണമെന്ന് പറയുന്നത് ഉപാസന ചെയ്യണം. ഈ അനേക വിഷയങ്ങളിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന മനസ്സിനെ ഒരു സ്ഥലത്ത് കൊണ്ടുവരിക. എല്ലാവർക്കും എൻ്റെ ഒരിടത്ത് പറഞ്ഞിട്ടുണ്ട്, ഈ ജന്മം ഉപാസനയില്ലാതെ ഒരാൾ ഈ അനുഭൂതിയിൽ എത്തുന്നുണ്ടെങ്കിൽ അതിൽ കഴിഞ്ഞ ജന്മം തീർച്ചയായിട്ടും ഉപാസന ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഉപാസന കൂടാതെ പറ്റത്തില്ല. ഉപാസന എന്ന് പറഞ്ഞാൽ ആസന അടുത്തിരിക്കുക. അപ്പം നമ്മളതിനോട് ചേരുന്നില്ല, അടുത്തിരുന്നതേ ഉള്ളൂ. അപ്പം അതായിത്തീരുന്നില്ല. പക്ഷേ ഈ അഹങ്കാരവൃത്തി അടങ്ങി അത് ഞാൻ ശരിയായ ആത്മബോധത്തിലെത്തുന്നില്ല. പക്ഷേ ഈ വിഷയങ്ങളൊക്കെ അസ്തമിച്ചു. നമ്മുടെ ശരീരമെന്നും ഈ കാണുന്ന പ്രപഞ്ചമെന്നും എല്ലാ വിഷയം അങ്ങനെയുള്ള ബോധം എല്ലാം അസ്തമിക്കും. അപ്പോഴും ഒരു ബോധമാണ്, ഉപാസ്യദേവത എന്നൊരു ബോധമാണ്. ഉപാസ്യദേവത ഒഴിച്ച് ബാക്കിയൊന്നിലും മനസ്സിരുന്നില്ല. ആ ഒരവസ്ഥയാണ് ഉപാസനയുടെ ഫലം, ഉപാസനാസിദ്ധി. ഉപാസന കൊണ്ട് കിട്ടേണ്ടത് അതാണ്. അപ്പോൾ സാധാരണ നമുക്കൊക്കെ ആണെങ്കിൽ ഒരു ഉപാസനയെ കൂടാതെ കടന്നു പോകാൻ പ്രയാസമാണ്. ഉപാസന ചെയ്യുക, ഉപാസന ചെയ്ത് ഉപാസനാസിദ്ധി കൊണ്ട് ദേവതാസിദ്ധി, ദേവതാനുഗ്രഹം. ഉപാസന എന്ന് പറയുന്നത് തന്നെ അതിൻ്റെ പ്രയോജനം ഏകാഗ്രതയാണ്. ഈ
ത്രിപുര രഹസ്യത്തിൽ പ്രത്യേകം എടുത്തു പറഞ്ഞു. ഉപാസന എന്ന് പറയുന്നത് ദേവത പ്രസാദം. നമുക്ക് നമ്മുടെ മനസ്സ് ആത്മവിഷയം പറഞ്ഞാൽ അതിൽ ഉറച്ചു നിൽക്കുക. ഇപ്പം ഞാനിത് പറയുമ്പം എൻ്റെ മനസ്സ് ഇവിടെ എല്ലാം പോകുന്നുണ്ടായിരിക്കും. അപ്പോൾ അങ്ങനെ പോകാതെ ഈ വിഷയത്തിൽ തന്നെ നമ്മൾ എന്ത് വിഷയത്തെപ്പറ്റി ചിന്തിക്കുന്നു ആ വിഷയത്തിൽ തന്നെ ഉറച്ചു നിൽക്കുന്നതാണ് ഈശ്വരാനുഗ്രഹത്തിൻ്റെ ലക്ഷണം. അങ്ങനെയുള്ള ഈശ്വരാനുഗ്രഹം ഉപാസന കൊണ്ടാണ് ഉണ്ടാവേണ്ടത്. ഭട്ടതിരിപ്പാട് പറയുന്ന പോലെ ഭക്തിരേവ ശ്രേയസി ഗരീയസി എന്ന് ഒരു പദ്യമുണ്ട്. ഭക്തിരേവ ഗരീയസി ഒരു ഏറ്റവും ശ്രേഷ്ഠവും സാധാരണക്കാർക്ക്, അല്ലാതെ ജ്ഞാനം മോശമെന്നല്ല, ജ്ഞാനമല്ല ഏറ്റവും ഉത്തമമായ അവസ്ഥ എന്നല്ല, ഒരു സാധാരണ ഒരാൾക്ക് ഭക്തിയാണ്. ഭക്തി സ്വാധീയസി ശ്രേയസി എന്നാണ് വാക്ക്. സ്വാധീയസി ശ്രേയസി, ഏറ്റവും ഏറ്റവും ശ്രേയസ് ഉണ്ടാക്കുന്നതും സാധാരണക്കാർക്ക് ഭക്തി തന്നെയാണ്. ഭക്തി എന്ന് പറഞ്ഞാൽ എന്താ? ഭക്തി എന്ന് പറഞ്ഞാൽ ഈ കപിലൻ പറയുന്നുണ്ട് ഭക്തി എന്താണ്. യഥാ ആ ഗംഗാനദി എങ്ങനെ ഒഴുകിയൊരു തടസ്സമെല്ലാം തല്ലി മാറ്റി കടലിൽ ചെന്ന് വീഴുന്നു, അതുപോലെ ആ മനസ്സ് നമ്മൾ എന്തെല്ലാം തടസ്സങ്ങൾ കാണുന്നുണ്ട്, ആ തടസ്സങ്ങളിൽ നിന്നെല്ലാം മാറിയ ഭഗവാനിൽ തന്നെ ഉറച്ച് ഭഗവാൻ എന്നുള്ള ചിത്തവൃത്തി മാത്രമുള്ള ഒരവസ്ഥയാണ് ഭക്തി എന്നുള്ളത്. ആ ഭക്തിരേവ സ്വാധീയസി ശ്രേയസി. യഥാ ഗംഗാംബ സോംബുധോ. കപിലൻ പറയുന്നുണ്ട് ഭക്തി എന്താണ്. ഭാഗവതത്തെ ഭക്തിയെക്കുറിച്ച് കപില മഹർഷിയാണ് പറയുന്നത്. അമ്മയ്ക്ക് ദേവഹൂതിക്ക് ഉപദേശം കൊടുക്കുന്നു. പദ്യം മറന്നു വരും. ഇതിങ്ങനെ പതുക്കെ ഓർമ്മ വരും. കഥം അയമാത്മാ ബ്രഹ്മേതി പ്രത്യേകാത്മനോസ്യ ചതുഷ്പാത്വേ പ്രകൃതേ വിലോകാദീനാം മൂർധാദ്യംഗത്വം ഇതി ഐഷദോഷ സർവസ്യ പ്രപഞ്ചസ്യ സാധിദൈവികസ്യ അനേനാത്മന ചതുഷ്പാത്വസ്യ വിവക്ഷിതത്വാത്. അപ്പം നമ്മളീ കാണുന്ന നമ്മുടെ അനുഭവം എന്ന് പറയുന്നത് ഈ നമ്മുടെ സ്ഥൂല ശരീരം, സ്ഥൂല വിഷയങ്ങൾ, അനുഭവം, സുഖമല്ല, അതാ വിരാട്ടിൽ ഉൾപ്പെട്ടു. ഏവം ച സതി സർവപ്രപഞ്ചോപശമേ അദ്വൈത സിദ്ധി. അങ്ങനെ സകല പ്രപഞ്ചത്തിൻ്റെയും ഉപശമനം ഉണ്ടാവണം. നമുക്ക് എന്തൊക്കെയാണോ അനുഭവം അതെല്ലാം വിരാട്ടിലും ഉണ്ട്. അപ്പം ഈ എന്നെ മാത്രം വിലയിപ്പിക്കുകയല്ല ചെയ്യുന്നത്, എന്നെയും ഇപ്പം ഞാനെന്ന് അഭിമാനിക്കുന്ന ആ അഭിമാനി പുരുഷനെയും പ്രപഞ്ച സമഷ്ടി അഭിമാനികൾ ഒരുമിച്ച് ചെയ്യും. അല്ലെങ്കിൽ ഞാനുണർന്നു വരുമ്പോൾ ഇതെല്ലാം സത്യമല്ലേ. ഒരാൾ അങ്ങനെ ഒരു അവസ്ഥയിലെത്തി ഉണർന്നു വരുന്നു, അപ്പോൾ അയാൾക്കിത് സത്യമല്ലേ. അപ്പോൾ അങ്ങനെ അത് സത്യമല്ല, അതും ഈ വിരാട്ടിന് അല്ലെങ്കിൽ നമ്മുടെ മനസ്സിൻ്റെ തന്നെ ഒരു അവിദ്യ കൊണ്ടുണ്ടായൊരു ദോഷമാണ് എന്ന് മനസ്സിലാക്കുക. ഭൂതസ്ഥശ്ചാത്മൈകോദൃഷ്ട സർവഭൂതസ്ഥ, എല്ലാ ഭൂതങ്ങളിലും സ്ഥിതി ചെയ്യുന്ന ആത്മാ ഏകോദൃഷ്ട സ്യാത് സർവഭൂതാനി ചാത്മനി. അങ്ങനെ വരുമ്പോൾ സർവഭൂതസ്ഥ, എല്ലാ ഭൂതങ്ങളിലും സ്ഥിതി ചെയ്യുന്ന ആത്മാ ഏകഃ ദൃഷ്ട, എല്ലാത്തിലും സ്ഥിതി ചെയ്യുന്ന ആത്മാവിന് ഏകനായ ആത്മാ, അതായത് ഒരു നിരുപാധികമായ ആ ചൈതന്യമാണ് ആത്മാവ്, അതിനെ അറിയാൻ സാധിക്കും. അപ്പോൾ തന്നെ അറിഞ്ഞു കഴിയുമ്പോൾ എല്ലാം അത് തന്നെയാണെന്ന് മനസ്സിലാക്കണം. ദ്രഷ്ടഃ സ്യാത് സർവഭൂതാനി ചാത്മനി. അങ്ങനെ വരുമ്പോൾ എല്ലാ ഭൂതങ്ങളിലും തൻ്റെ അറിവിലല്ലേ എല്ലാം സ്ഥിതി ചെയ്യുന്നത്.
തൻ്റെ മനസ്സിൽ നിന്ന് ഭിന്നമായ ഒരു വസ്തുവിനെ നമ്മൾ അറിയുന്നില്ലല്ലോ. അപ്പോൾ തന്നിൽ തന്നെയാണ് ഇതെല്ലാം സ്ഥിതി ചെയ്യുന്നത്, വേറെ വെളിയിലെങ്ങും അല്ല സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ അപ്പുറം ഒരു വസ്തു ഉണ്ട് നമ്മൾ കാണുന്നില്ലല്ലോ. അത് നമ്മളെ സംബന്ധിച്ചോളം ഇല്ല, അറിയാത്ത ഒന്നില്ല. അപ്പോൾ എന്തൊക്കെ അറിയുന്നോ അത് നമ്മുടെ മനോവൃത്തി കൊണ്ട് അറിയുന്നതാണ്, അത് തന്നിൽ നിന്നും ഭിന്നമല്ല. ബുധസ്ഥ ആത്മാ ഏകോ ദൃഷ്ട സ്യാത് സർവഭൂതാനി ആത്മനി അസ്തു സർവാണി ഭൂതാനി ആത്മൈവാഭൂത് വിജാനത. കാരണം ആത്മൈവാഭൂതം എന്ന് പറഞ്ഞുകൊണ്ട് ഇതിപ്രകാരം നമ്മുടെ മനസ്സിൽ നിൽക്കുന്നു എന്നല്ല അർത്ഥം മനസ്സിലാക്കേണ്ടത്. നമ്മുടെ മനസ്സിൽ നമ്മുടെ അറിവിൽ വന്ന ഒരു വിഷയമാണെന്നും ആ വിഷയം തന്നെ നിന്ന് ഭിന്നമല്ല എന്നും അത് സത്യമല്ല എന്നും നിർണയിച്ച് ബോധം മാത്രമാണ് സത്യം. തദാകാരമായി ബോധം തീർന്നല്ലോ. ആ ബോധം മാത്രമേ നമ്മൾ കണ്ടതും നമ്മുടെ അറിവ് മാത്രമായിരുന്നു എന്ന് മനസ്സിലാക്കുന്നതാണ് ക്രിസ്തു സർവാണി ഭൂതാനി ആത്മൈവാഭൂത് വിജാനത. വെളിയിലുള്ള വസ്തുക്കളെ കാണുമ്പോഴും നമ്മുടെ അന്ധകരണവൃത്തി അജ്ഞാനം കൊണ്ട് വിഷയകാരമായതാണെന്നും ആ ആത്മാബോധം മാത്രമാണ് സത്യം എന്നും ഉറപ്പിക്കണം. ഇത്യാദി ശ്രുത്യർത്ഥ ഉപസംഹൃതൈവം സ്യാത്. അപ്പം അങ്ങനെ ഇതിനെ വിലയിപ്പിച്ചെങ്കിലേ ഈ ആദ്യത്തെ പാദം എന്ന് പറയുന്നതുകൊണ്ട് അർത്ഥമുള്ളൂ. കാരണം ആദ്യത്തെ പാദം എന്ന് പറയുന്നത് സ്ഥൂല വിഷയങ്ങളാണ്. ആ സ്ഥൂല വിഷയങ്ങളെ അറിയുന്ന ജീവനാണ് ആദ്യ പാദം. അപ്പോൾ ആ ജീവൻ സത്യമല്ല എന്ന് മനസ്സിലായി. ആ ജീവൻ്റെ ഇതിനെയെല്ലാം അറിഞ്ഞുകൊണ്ടിരിക്കുന്നു, അത് സ്വപ്നത്തിലോട്ട് വരുമ്പോൾ അതൊന്നുമില്ല. അപ്പോൾ എന്തൊക്കെയാണോ കണ്ടത് അതെല്ലാം തൻ്റെ അന്ധകരണ വൃത്തിയായിരുന്നെന്നും അന്ധകരണത്തിന് ഭിന്നമായൊരു വിഷയത്തെ നമ്മൾ അറിഞ്ഞില്ലെന്നും ആ അവിദ്യ കൊണ്ട് ആ അറിവ് തന്നെ ഒരു വിഷയമായി നമുക്ക് തോന്നിയതാണെന്നും വേണം മനസ്സിലാക്കാൻ. അങ്ങനെ വരുമ്പോഴാണ് ആദ്യത്തെ പാദം വിലയിക്കുന്നത്. അന്യഥാഹി സ്വദേഹ പരിച്ഛിന്ന ഏവ പ്രത്യേകാത്മാ സാഖ്യാദിഭിരിവ ദൃഷ്ടഃ സ്യാത് തഥാ ച സതി അദ്വൈതമിതി ശ്രുതികൃതോ വിശേഷോ ന സ്യാത് സാഖ്യാദി ദർശനേന അവിശേഷാത്. അപ്പം ഈ സ്വദേഹ പരിച്ഛിന്ന ഏവ പ്രത്യേകാത്മാ സാഖ്യാദിവിരിവ ദൃഷ്ട അന്യഥ, അല്ലെങ്കിൽ സ്വദേഹ പരിച്ഛിന്ന ഏവ പ്രത്യേകാത്മാ. നമ്മുടെ മനസ്സ് നമുക്കൊരു അറിവുണ്ടല്ലോ, ഈ അറിവിനെ നമ്മൾ ആത്മാവാണെന്ന്, ആ ജീവൻ അതിനെ അതാണ് എൻ്റെ ആത്മാവ് എന്ന് മനസ്സിലാക്കുക. അങ്ങനെ മനസ്സിലാക്കുകയാണെങ്കിൽ എന്താ, സ്വദേഹ പരിച്ഛിന്ന, തൻ്റെ ദേഹത്തിൽ ഇങ്ങനെ അത്രയും ഇടയിൽ മാത്രം ഇരിക്കുന്നു. അങ്ങനെ പരിച്ഛിന്നമാണ് ആത്മാവ് എന്ന് മനസ്സിലാക്കിയാൽ അത് അദ്വൈത പ്രാപ്തിക്ക് തടസ്സമാണ്. അദ്വൈത പ്രാപ്തി ഉണ്ടാകുന്നില്ല. അതുകൊണ്ട് സാഖ്യന്മാർ പറയുന്ന പോലെ ഞാൻ ജീവനാണ്, ഇതെല്ലാം എൻ്റെ ദൃശ്യമാണ് എന്ന് പറഞ്ഞ് ഈ ജീവൻ എന്ന് പറയുന്നത് എൻ്റെ ശരീരത്തിൽ മാത്രം ഇരിക്കുന്ന ഒരു വസ്തുവാണ് എന്നൊക്കെ വിചാരിക്കുകയാണെങ്കിൽ, സാഖ്യൻ അങ്ങനെയല്ല. പുരുഷനും പുരുഷൻ എന്ന് പറയുന്നത് ചൈതന്യം, പ്രകൃതി എന്ന് പറയുന്നത് എൻ്റെ ശരീരം, എൻ്റെ ഇതെല്ലാം ഉൾപ്പെട്ട പ്രപഞ്ചം. അപ്പോൾ പ്രപഞ്ചം എപ്പോഴാണോ ഈ പ്രപഞ്ചമായിട്ട് കാണുന്നത് പ്രകൃതിയുടെ പരിണാമമാണ്. അപ്പോൾ പ്രകൃതി ഇത് നമ്മുടെ ഈ പുരുഷൻ്റെ പ്രയത്നം കൊണ്ട് ഈ പുരുഷനും പ്രകൃതിയും തിരിച്ചറിയുക, ഒന്ന് ചൈതന്യമാണെന്നും ഒന്ന് ജഡമാണെന്നും തിരിച്ചറിഞ്ഞു കഴിയാൻ പ്രകൃതി അസ്തമിച്ചു പോകുമെന്ന്, പ്രകൃതിയിൽ നിന്നും സ്വതന്ത്രനാകും ജീവൻ. അപ്പോൾ അദ്വൈതം വരുന്നില്ല അവിടെ. ചൈതന്യവും പ്രകൃതിയും എന്നും രണ്ടായിട്ടേ ഇരിക്കുള്ളൂ. സാഖ്യാദിഭിരിവ ദൃഷ്ടഃ സ്യാത് തഥാ ച സതി അദ്വൈതമിതി ശ്രുതികൃതോ വിശേഷോ ന സ്യാത്. ശ്രുതി പറയുന്ന അദ്വൈതത്തിൽ എത്താൻ സാധ്യമല്ല. സാഖ്യാദി ദർശനേന അവിശേഷാത് ഇഷ്യതേ ച സർവോപനിഷദാം സർവാത്മൈക്യ പ്രതിപാദകത്വാത്. എല്ലാ ഉപനിഷത്തുകളും പറയുന്നത് എന്താണ്? സർവ ആത്മൈക്യ പ്രതിപാദം, സർവ ആത്മ ഐക്യം. അപ്പോൾ ഒരേ ഒരു ആത്മാവേ ഉള്ളൂ. അതാണ് ശ്രുതിയെല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ശ്രുതി അതിനെ മാത്രമാണ് പ്രതിപാദിക്കുന്നത്. അതഃ യുക്തമേവ സ്യാത് ആധ്യാത്മികസ്യ പിണ്ഡാത്മനോ ദ്വിലോകാദ്യ അംഗത്വേന വിരാടാത്മന ദൈവികേന
ഏകത്വം അഭിപ്രേത്യ സപ്താംഗത്വ വചനം. അതുകൊണ്ട് ഈ ആധിദൈവികമായിട്ട് പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, ഈ വിരാടിൻ്റെ ഒരു അംശം മാത്രമാണ് ഞാൻ എന്ന വ്യക്തിയെന്നും ഇതിനെയെല്ലാം പ്രകാശിപ്പിക്കുന്ന ഒരേ ചൈതന്യമാണെന്നും, ഈ വിരാടായിട്ട് നമ്മൾ, വിരാടെന്ന് പറഞ്ഞാൽ പ്രപഞ്ചത്തിലുള്ള വിഷയങ്ങളായിട്ട് നമ്മൾ കാണുന്നത് പോലും എൻ്റെ അന്ധകരണവൃത്തി മാത്രമായിരുന്നു. എൻ്റെ അന്ധകരണം ആ ഒരു മായ കൊണ്ട് തോന്നിയ ഒരു വിഷയമാണെന്നും അതൊന്നും സത്യമല്ല എന്നും തിരിച്ചറിയണം. വിരാടാത്മാ അധിദൈവികേന ഏകത്വം അഭിപ്രേത്യ. അപ്പം പ്രപഞ്ചവും താനും ഒരു ഏകത്വം മനസ്സിലാക്കണം. എങ്ങനെയാണ് ഏകത്വം എന്ന് വെച്ചാൽ, ചൈതന്യം ഒന്നാണെന്നും അതിൽ നമ്മുടെ അന്ധകരണം പറഞ്ഞല്ലോ, ഉപലബ്ധിക്കുള്ള കാരണമാണ് അന്ധകരണം. എൻ്റെ അന്ധകരണം മാത്രമാണ് ഒരു ബാഹ്യവിഷയമായിട്ട് നമ്മൾ കാണുന്നതെന്നും വിഷയം അജ്ഞാനം കൊണ്ട് തോന്നിയതാണെന്നും അത് സത്യം ജ്ഞാനം മാത്രമായിരുന്നെന്നും നമ്മൾ മനസ്സിലാക്കി ഈ സ്ഥൂല വിഷയങ്ങളിൽ നിന്ന് മനസ്സിനെ പിന്തിരിപ്പിക്കണം. ഇത് സത്യമല്ല എന്ന് നിർണയിച്ച് ഇതിൽ നിന്നും ഇതിനെ വിലയിപ്പിക്കണമെന്നാണ്. ഈ സ്ഥൂല നമ്മൾ ചിന്തിക്കുമ്പോഴേ ആ ചിന്തയിൽ ഇത് വിലയിച്ചു പോകുക എന്ന് പറഞ്ഞാൽ എന്താ, ഇത് നമ്മുടെ മനസ്സിൽ പ്രതിഭാസിക്കുന്നില്ല. ഒരു സ്വപ്നത്തിൽ ഈ വിഷയം, ഈ ജാഗ്രത പ്രപഞ്ചം ഒട്ടും തന്നെ നമ്മുടെ മനസ്സിൽ പ്രകാശിക്കുന്നില്ല. അതേപോലെ ഈ ഒന്നാം പാദത്തിൽ നിന്നും കടക്കണം എന്ന് പറയുന്നത്, ഈ ഒന്നാം പാദം അല്പം പോലും മനസ്സിൽ തെളിയാത്ത ഒരവസ്ഥയിലെത്താൻ ദൈവികേന ഏകത്വം അഭിപ്രേത്യ സപ്താംഗത്വ വചനം മൂർധാതെ വ്യപതിഷ്യേത് ഇത്യാദി ലിംഗദർശനാർത്ഥം. ഇങ്ങനെ പലതായിട്ട് കാണുന്നവരുടെ മൂർധാവ് വധിച്ചു പോകുന്നു. രാജാക്കല്ല, പിന്നെ ഇതിലാണല്ലോ ഛാന്തോഗ്യം. അതിൽ ഒരുപാടുണ്ട്. ഒരാളുടെ തല എറിയുകയും ചെയ്തു. വിരാദേകത്വം ഉപലക്ഷണാർത്ഥം ഹിരണ്യഗർഭ അവ്യാകൃത ആത്മനോഹം. അതുപോലെ വിരാജനും വിരാട്ടും ജീവനും ഏകത്വം. അതേപോലെ ഹിരണ്യഗർഭനും അവ്യാകൃത ആത്മനോഹം. അവ്യാകൃതം എന്ന് പറയുന്നത് ഈ സുഷുപ്തിയിലെ ഉപാധിയാണ് അവ്യാകൃതം. ഇവിടെ രണ്ടും ഇങ്ങനെ തന്നെ എടുക്കണം എന്നർത്ഥം. അതായത് സ്വപ്നാവസ്ഥയിലും സുഷുപ്തി അവസ്ഥയിലും ഇതേപോലെ എടുക്കണം. എന്തൊക്കെയാണോ ദൃശ്യം അത് ശരിയല്ലെന്നും അജ്ഞാനം കൊണ്ട് തോന്നുന്നതാണെന്നും അതിൻ്റെ സത്യം ഇതാണെന്നും മനസ്സിലാക്കണം. യശ്ചായം അസ്യാം പൃഥിവ്യാം തേജോമയോ അമൃതമയ പുരുഷോ യശ്ചായം അധ്യാത്മം ഇത്യാദി സുഷുപ്താവ്യാകൃതയോ ഏകത്വം സിദ്ധമേവ നിർവിശേഷത്വാത് ഏവം ച സതി ഏതൽ സിദ്ധം ഭവിഷ്യതി സർവാദ്വൈതോ ഉപശമേ അദ്വൈതമിതി. അദ്വൈതം അറിയണമെങ്കിൽ, അദ്വൈതം നമുക്ക് ഒരു അനുഭവിക്കുക എന്നൊക്കെ പറയുമ്പോഴും ഇവിടെയൊക്കെ നമുക്ക് ദ്വൈതത്തിലിരുന്ന് അദ്വൈതത്തെ കുറിച്ച് പറയാനായിട്ട് അല്ലേ അദ്വൈതത്തെക്കുറിച്ച് പറയാം ദ്വൈതത്തിലിരുന്നിട്ട്. അല്ലാതെ അദ്വൈതം എന്ന് പറയാൻ പറ്റും? അദ്വൈതത്തിൽ പറയാൻ പറ്റും? എന്താ അദ്വൈത ഭാഷയാ ചോദ്യം നാസ്തി നാപിതദുത്തരം. ഒന്നും അദ്വൈതം എന്ന് പറഞ്ഞാൽ അടൂരൊരു പിന്നെ ഒരാളുണ്ടായിരുന്നു, വേദാന്തം കേൾക്കാൻ വരുന്ന ആൾ. അപ്പോൾ അയാൾ എന്ത് പറഞ്ഞാലും അദ്വൈതം എന്ന് പറയും. അപ്പോൾ എനിക്ക് അദ്വൈതം ഒന്ന് പേരും വീണു. നമ്മുടെ എല്ലാ വ്യവഹാരവും മാറിപ്പോകുന്നു. ഈ ഒരു അറിവ് എന്ന് പറയുന്നത്, അറിവാണ് ഞാനെന്ന് മനസ്സിലാക്കിയാൽ മതി. അറിവ് നമുക്ക് എല്ലാവരും ഏകദേശ ബോധം എൻ്റെ ഒരു വിഷയത്തോടു കൂടി അറിയുന്നുള്ളൂ. പക്ഷെ വിഷയമില്ലാതെ നമ്മൾ അറിവിനെ അറിയുന്നു. ആ വിഷയം ശരിയല്ല എന്നും വിഷയത്തെ ഇങ്ങനെ പ്രകാശിപ്പിച്ച
ചൈതന്യമാണ് സത്യമെന്ന് മനസ്സിലായി. അതിൻ്റെ സാക്ഷി എന്ന് പറയുമ്പോഴും ഈ സാക്ഷ്യമുണ്ടല്ലോ, സാക്ഷ്യബോധത്തിന് അതീതമായ ആ ബോധമാണ്, അതാണ് സത്യം എന്നും ഇങ്ങനെ നമുക്കൊക്കെ പറയാനേ പറ്റുള്ളൂ. ഈ ദ്വൈതത്തിലിരുന്നുണ്ട്, വ്യവഹാരത്തിലിരുന്ന് ഇതിങ്ങനെയാണ് അതിങ്ങനെയാണെന്നൊക്കെ പറയാം. പക്ഷെ സത്യം ഇതിൽ നിന്നെല്ലാം ഭിന്നമായി കേവല അവിടെ ഒന്നും പറയാനില്ല, മൗനം, അതാണ് സത്യം. അവിടെ എല്ലാ ഉപാധികളും അടങ്ങി. അപ്പോഴും ആ വിജ്ഞാനമയൻ അവിടെ ഇരിപ്പുണ്ട്, പോകാതെ. വിജ്ഞാനമയൻ പോകണമെങ്കിലേ നമ്മുടെ പ്രാരബ്ധം മുഴുവൻ തീരണം. പ്രാരബ്ധം മുഴുവൻ തീർന്നു കഴിയുമ്പോൾ വിജ്ഞാനമയനൊരു ഉപാധിയുണ്ടല്ലോ, അന്ധകരണം. ആ അന്ധകരണം നാല് ഭാഗത്തോട്ട് പോകും. 4 അല്ല 5. ശരീരമല്ലെന്ന് അറിഞ്ഞു കഴിഞ്ഞല്ലോ, ശരീരമല്ല എന്നുള്ളത് ബോധിച്ചല്ലോ. ജീവൻമുക്തന് ശരീരം ഒരു ബാധയാണ്. അവിടെ ശരീരം ബാധിച്ചു അറിവ്. കാരണം ഒന്നിനെ കണ്ടു, അത് സത്യമല്ല, നമ്മൾ കാണുമ്പോഴും സത്യമല്ല എന്നറിയുന്നതാണല്ലോ ബാധ എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ സത്യം ഇത് ബാധിച്ചു. എന്നാലും ഈ അറിവിങ്ങനെ പലതും അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. സത്യമല്ല എന്നറിയാമെങ്കിലും വിഷയങ്ങളെ അറിയുന്നുണ്ട് പ്രാരബ്ധം കൊണ്ട്. ആ പ്രാരബ്ധം അസ്തമിക്കുമ്പോൾ ഈ 5 കൂട്ടി നിർത്തിയിരിക്കുന്നത് സൂക്ഷ്മ പഞ്ചഭൂതങ്ങളുണ്ട്. അവയെ കൂട്ടി നിർത്തിയിരിക്കുന്ന ഒരു കർമ്മബന്ധം എന്ന് പറയുന്നത് അത് അസ്തമിച്ചു. അതില്ലാതാകുമ്പോൾ ഇത് 4, 5, 5 വരും. അപ്പോൾ പിന്നെ ചൈതന്യം എവിടെ ഇരിക്കും? പ്രതിബിംബമാണല്ലോ ഇവിടെ ചൈതന്യം. അപ്പം ഇതെല്ലാം പോയി കഴിയുമ്പോൾ ജീവഭാവമേ ഇല്ലാതാവും. അസ്തംഗച്ഛതി നാമരൂപേ വിഹായ യഥാ നദ്യ സ്യന്തമാന സമുദ്രേ അസ്തം ഗച്ഛന്തി നാമരൂപേ വിഹായ. എല്ലാം കഴിച്ചിട്ട് അതാണ് ഒരു ജീവൻ മുക്തൻ്റെ ഗതി. എല്ലാം ഈ ഒഴുകിക്കൊണ്ടിരിക്കുക സമുദ്രം, ഒഴുകി അതുപോലെ ജീവിച്ചുകൊണ്ടിരിക്കുകയാണ് ജീവൻ മുക്തൻ. ജീവനുമാണ് മുക്തനുമാണ്, ജീവിച്ചും ഇരിക്കുന്നുണ്ട്. ഇങ്ങനെ ഒഴുകി എങ്ങേലോട്ടങ്ങ് വീണാൽ പിന്നൊന്നുമില്ല. അതുപോലെ ഈ ഇവിടെ ആ നാമരൂപേ വിഹായ, നാമം പോയി രൂപം പോയി, സമഷ്ടി അറിവിലേട്ട്. അല്ല, എങ്ങനെ ലയിക്കുന്നത്? ഇപ്പം സൂര്യപ്രകാശം സർവത്ര ഇരിക്കുന്നു. ഒരു കുളം പൊട്ടുമ്പോൾ സൂര്യപ്രകാശം എങ്ങോട്ടും പോയി ലയിക്കുന്നില്ലല്ലോ. ഗതിയില്ല. ഇപ്പം ഒരു പ്രതിബിംബം അല്ലെങ്കിൽ ഘടാകാശം കടം പൊട്ടിയ ആകാശത്തിന് എന്താ മാറ്റം? ഒന്നുമില്ല. അതേപോലെ ഈ ഇവിടുത്തെ സൂര്യൻ സർവത്ര പ്രകാശിച്ച് ഓരോന്നിനെയും പ്രപഞ്ചം മുഴുവൻ അങ്ങോട്ട് പ്രകാശിക്കുകയാണല്ലോ. അപ്പോൾ ചിലത് മാത്രം അതിൻ്റെ വിശേഷാൽ പ്രകാശത്തെ സ്വീകരിക്കും. അതിന് പ്രത്യേക സാമർഥ്യം വേണം. ഇപ്പോൾ ഒരു കണ്ണാടി അല്ലെങ്കിൽ നല്ല തെളിഞ്ഞ വെള്ളം, ഇതിലൊക്കെ നല്ല സൂര്യപ്രതിബിംബം ഉണ്ടാകും. ഈ വെള്ളം അങ്ങ് വറ്റിപ്പോകുമ്പോഴോ സൂര്യൻ എന്ത് പറ്റും? ഒന്നുമില്ല. അതുപോലെ ഒരു കണ്ണാടി അങ്ങ് പൊട്ടിപ്പോയി, കണ്ണാടി പ്രതിഫലിച്ച് ആ സൂര്യൻ അല്ലെങ്കിൽ പ്രകാശം അതിനെന്ത് പറ്റും? സംഭവിക്കുന്നില്ല. അത് അതേപോലെ തന്നെ എന്തെങ്കിലും ഒന്ന് സംഭവിക്കുകയാണെങ്കിൽ അവിടെ അദ്വൈതം വരത്തില്ല. അതങ്ങനെ തന്നെ ആണ്. സർവത്ര സൂര്യൻ പ്രകാശിച്ച് എല്ലാത്തിനെയും പ്രകാശിപ്പിച്ച് സ്വയം പ്രകാശിച്ച് നിൽക്കും. അതുപോലെ ആത്മാവ് സർവപ്രപഞ്ചത്തെയും പ്രകാശിപ്പിച്ച് സ്വയം പ്രകാശിച്ച് നിൽക്കും. അതിന് കർത്തൃത്വം, ഭോക്തൃത്വം, ഞാനിതിനെല്ലാം പ്രകാശിപ്പിക്കുന്നതാണെന്നുള്ള കർത്തൃത്വം, അല്ലെ ഇതിൽ നിന്ന് എന്തെങ്കിലും ഒന്ന് അനുഭവിക്കുക, ഭോക്തൃത്വം ഒന്നും തന്നെ ഇല്ലാത്തതുകൊണ്ട് അതിനൊരു മാറ്റവും വരുന്നില്ല. അതങ്ങനെ തന്നെ നിൽക്കും. മാറ്റമെല്ലാം ഇവിടാണ് വരുന്നത്. മാറുന്നതിനെ തിരിച്ചറിഞ്ഞ് അതിനെ നിഷേധിക്കുക. യഥാ മഞ്ചാത് ഋഷികയോ. അങ്ങനെ ആ ഒരു കേവല ഒരു വിഷയവുമില്ല, വിഷയസ്പർശമില്ലാത്ത ആ ബോധത്തിലെത്തുക, അതാണ് സത്യം.
ഭദ്രം കർണേഭിः ശൃണുയാമദേവാः ഭദ്രം പശ്യേമാക്ഷഭിര്യജത്രാः സ്ഥിരൈരङ्गैस्तुष्टुवांसस्तनूभिर्यशेमदेवहितं यदाय ॐ स्वस्ति न इन्द्रो वृद्धश्रवाः स्वस्ति नः पूषा विश्ववेदाः स्वस्ति नस्ताक्ष्यो वरिष्ठनेमिः स्वस्ति नो बृहस्पतिर्दधातु